ഫോറക്സിൽ നിന്ന് ഫ്യൂച്ചേഴ്സിലേക്ക് വരാൻ വേണ്ടി എടുത്ത തീരുമാനം അത്രയും ഞാൻ ആലോചിച്ചെടുത്തല്ലേ. ആസ് എൻ ഇന്ത്യൻ ട്രേഡർ യുഎസിലെ ഫ്യൂച്ചേഴ്സ് ചെയ്യുന്നതാണോ അതോ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ചെയ്യുന്നതാണോ? അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു റിഗ്രറ്റ് പോലെ ഫീൽ ചെയ്യുന്ന ഒരു കാര്യം. ഓക്കെ, നീ സെറ്റപ്പിനെ പറ്റി പറയുന്നതിൽ കംഫർട്ടബിൾ? അതൊരു പക്കാ ട്രാപ്പാ. പിന്നെ നിന്റെ റിസ്ക് മാനേജ്മെന്റിനെ പറ്റി പറ, നീ എങ്ങനെയാണ്? എനിക്ക് തോന്നുന്നു ഇതാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ടോപ്പിക്, റിസ്ക് മാനേജ്മെന്റ് യൂട്ടിലൈസ് ചെയ്യുന്നത്. നീ റിവെഞ്ച് ട്രേഡ് ചെയ്യാറുണ്ടായിരുന്നു? ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട്. റിവെഞ്ച് ട്രേഡ് ഒന്നും ചെയ്യാതെ ആരും ലെവലെത്തി. അപ്പൊ ഞാൻ ഈ സംഭവം റിയലൈസ് ചെയ്തപ്പം ഇതിന്റെ ഒന്നും ആവശ്യമില്ല, ഇതൊക്കെ ചുമ്മാ ഡ്രാമയാ. ഫണ്ട് റെക്കോർഡ്സ് നമുക്ക് ആ ലൂപ്പിൽ നിൽക്കാൻ വേണ്ടി അവര് ഈ റൂൾസും റെഗുലേഷൻ. ഒരു ബിഗിനർ ട്രേഡർ, അതായത് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിക്കും. അപ്പൊ അയാളൊരു കൺസിസ്റ്റന്റ്ലി പ്രോഫിറ്റബിൾ ആകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്താൻ എത്ര സമയം എടുക്കും? പ്രോസസ്സാണ്. ട്രേഡ് ചെയ്യരുത്. ഇഫ് യു ആർ എ ബിഗിനർ ഡോണ്ട് ട്രേഡ്. അതെ. അപ്പൊ നീ ലൂസിംഗ് സ്ട്രീക്കും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന എങ്ങനെയാണ്? സൈക്കോളജിക്കൽ സൈഡ് എനിക്ക്. പിന്നെ ഞാനൊന്ന് ലൈക്ക് റിയലിസ്റ്റിക് ആയിട്ടൊന്ന് സംസാരിക്കുകയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എല്ലാവർക്കും ട്രേഡർ ആവാൻ പറ്റും? ഇല്ല. ഒറ്റഎനിക്ക് ചിന്തിക്കാതെ തന്നെ പറയാം, ഇല്ല. ട്രേഡിങ് ഒരു സ്കില്ലാണോ അതോ ലക്കാണോ? അപ്പോൾ ഹായ് ഗൈസ്, ഇപ്പം ഇന്ന് നമ്മളിവിടെ ബിജിൻ സാനുണ്ട്. ബിജിൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ബിജിൻ എൻ്റെ ഫ്രണ്ടാണ്. നമ്മളിപ്പം ഡിഗ്രി തൊട്ട് എൻ്റെ കൂടെ ഉള്ളതാണ്. അവനും ട്രേഡറാണ്. ഇപ്പം ഓൾമോസ്റ്റ് 4 years ആയിട്ട് മാർക്കറ്റിൽ ലൈവായിട്ട് ഇരിക്കുന്ന ഒരാളാണ്. ഓൾസോ മെൻറ്റർഷിപ്പും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്ത് അത്യാവശ്യം ഫുൾ ടൈം ട്രേഡിങ് തന്നെ ചെയ്യുന്ന ഒരാളാണ് ബിജിൻ. അപ്പം ഇൻട്രൊഡ്യൂസ് ചെയ്യ ബിജിൻ ഫസ്റ്റ്. എൻ്റെ പേര് ബിജിൻ. എനിക്കൊരു സാനഫിക്സ് എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്. സോ അതുവഴിയാണ് എൻ്റെ യൂട്യൂബിൽ എനിക്ക് ആ ഒരു പബ്ലിക് എക്സ്പോഷർ എന്ന് പറയുന്നത് അതാണ് മെയിൻലി. പിന്നെ ഒരു ഇൻസ്റ്റാഗ്രാം ഐഡികളുണ്ട്. ഞാൻ കഴിഞ്ഞൊരു 4-4.5 വർഷമായിട്ട് ട്രേഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ട്രേഡ് ചെയ്യാൻ തുടങ്ങിയത് ഫോറക്സ് ആണ്. ഇപ്പം ഒരു 1 year ആയിട്ട് കംപ്ലീറ്റ്ലി ഫ്യൂച്ചേഴ്സ് ആണ് ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, സോ എന്തുകൊണ്ടാണ് നീ ഫോറക്സ് ചൂസ് ചെയ്തത്? ഫസ്റ്റ് ഫോറക്സ് ചൂസ് ചെയ്തത്, ഞാൻ ആദ്യം ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വന്ന ഒരാളാണ്. ഇന്ത്യൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ അവിടെ KYCൻ്റെ ഇഷ്യൂ, അങ്ങനെ ട്രേഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ എത്തിയപ്പോൾ നേരെ ഞാൻ ഫോറക്സിലേക്ക്. KYC ഞാനത് നിന്ന സമയത്ത് ഞാൻ ദുബായിലായിരുന്നു. ആ സമയത്ത് എനിക്ക് എൻ്റെ KYC കംപ്ലീറ്റ് ചെയ്യാൻ ഡിമാറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. സോ അതുകൊണ്ട് പിന്നെ ഞാൻ അതിനൊരു ആൾട്ടർനേറ്റീവ് ഓപ്ഷൻ എന്നുള്ള രീതിയിൽ ഫോറക്സിലോട്ട്, അങ്ങനെ പിന്നെ ഫോറക്സ് കണ്ടിന്യൂ ചെയ്ത് പോയതാണ്. അതെ. ഓക്കെ, നീ അപ്പം ഫസ്റ്റ് തൊട്ട് നീ ലൈക്ക് എന്ത് കൺസെപ്റ്റ് യൂസ് ചെയ്ത് നീ എങ്ങനെയാണ് ട്രേഡിംഗ് എന്ന് പറഞ്ഞ സാധനം എനിക്ക് ഫസ്റ്റ് എക്സ്പോസർ കിട്ടി? ലൈക്ക് ഇത് ചെയ്യാൻ പറ്റും, ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്നുള്ള സംഭവം ട്രേഡിങ്ങിലേക്ക് എത്തിപ്പെട്ട ലൈക്ക് എന്താ പറയുക, നമ്മളിപ്പോഴും ട്രേഡിംഗ് എന്ന് പറയുന്ന സംഭവത്തിന് ഇങ്ങനെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്, ഇത് എനിക്ക് ചെയ്യാൻ പറ്റും തോന്നുന്നൊരു സംഭവം ഉണ്ടല്ലോ. അത് ആദ്യമേ എനിക്കെങ്കിൽ എല്ലാവരെ പോലെ തന്നെ ഒരു പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മീഡിയം എന്നുള്ളൊരു സംഭവം മാത്രമായിരുന്നു ട്രേഡിംഗ് എന്നുള്ളൊരു സംഭവം. ആദ്യമേ ഞാൻ ഡ്രോപ്പ് ഷിപ്പിംഗ് ആണ് നോക്കിയത്. ഡ്രോപ്പ് ഷിപ്പിംഗ് നോക്കിയപ്പോൾ അതിൽ നമ്മൾ ഇനിഷ്യലി നമ്മൾ ചെയ്യേണ്ട കുറേ നമ്മുടെ എഫേർട്ട് മാത്രമല്ല അതിൻ്റെ ഉള്ളിൽ വേറെ കുറേ കാര്യങ്ങൾ. ട്രേഡിംഗ് എന്ന് പറയുന്നത് നമ്മുടെ എഫേർട്ട് കൊണ്ട് മാത്രം ശരിയാകത്തില്ല. എന്നാലും ഞാൻ ജസ്റ്റ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വേറെ കുറേ ആസ് എ ബിഗിനർ കുറേ കാര്യങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ ആ പൊട്ടൻഷ്യൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ. ക്യാഷ് ഇങ്ങോട്ട് കിട്ടുന്ന ലെവലിലേക്ക് എത്തിപ്പെടാം. പക്ഷേ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഇന്ന് കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ ഇന്ന് മുതൽ ക്യാഷ് വിഡ്രോ എടുക്കാൻ പറ്റും. ആ ഒരു സംഭവം ഉണ്ടായിരുന്നു. അല്ലല്ല, ഞാൻ മാർക്കറ്റിലേക്ക് വന്ന സമയത്ത് ഷാരിഖ് ഷംസുദ്ദീൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒക്കെ വെച്ചിട്ടാണ് ട്രേഡ് ചെയ്തത്. അങ്ങനെ പല സാധനങ്ങൾ, മാക്ഡി, RSI, ഇലഡ് വേവ് തിയറി, ബോളിഞ്ചർ ബാൻഡ്, ഇങ്ങനെ പല ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളും കുറേ എല്ലാം ചെയ്തിട്ടുള്ള ഒരാളാണ്. മാർക്കറ്റിൽ നിങ്ങൾ ഈ ബിഗിനേഴ്സ് വന്ന് ചെയ്യാവുന്ന എല്ലാ സംഭവങ്ങളും ഞാൻ ചെയ്തിട്ടാണ് ഇപ്പം എൻ്റെ ഒരു സെറ്റപ്പിലേക്ക് ഞാൻ എത്തിപ്പെട്ടത്. നിന്റെ ഒരു ഫസ്റ്റ് 6 months എന്താ പറയുക, ഒരു വർഷം അതെങ്ങനെ ഉണ്ടായിരുന്നു? ഫസ്റ്റ് 6 months നീ ഫോറക്സ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ട് ഫസ്റ്റ് ഇയർ എനിക്ക് തോന്നുന്നു ഞാനെങ്കിൽ ട്രേഡ് ചെയ്ത് തുടങ്ങിയിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ക്വിറ്റ് ചെയ്തത് ഞാൻ ആ പറയുന്ന ആ ടൈം ബേസിലാണ്. അതായത് ക്വിറ്റ് ചെയ്തു പിന്നെ റീസ്റ്റാർട്ട് ചെയ്തത്. അതായത് നമ്മളിപ്പോൾ ഒരു ട്രേഡ് ചെയ്തു ആദ്യമൊക്കെ എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ കംപ്ലീറ്റ്ലി ഫണ്ടഡ് അക്കൗണ്ട്സ് ഒക്കെയാണ് ട്രേഡ് ചെയ്യുന്നത്. ആദ്യമൊക്കെ എന്ന് പറയുമ്പോൾ ഞാൻ ട്രേഡ് ചെയ്യുന്നത് ഒരു ബ്രോക്കർ ഉണ്ടായിരുന്നു, ഒക്ടാഫെക്സ് എന്ന് പറയും. അപ്പോൾ അതിലേക്ക് ഫണ്ട് ലോഡ് ചെയ്യും, അത് ട്രേഡ് ചെയ്യും, പൈസ എടുക്കും, പിന്നെ അത് വാഷ് ഔട്ട് ആവും, അങ്ങനത്തെ രീതിയിലായിരുന്നു. അപ്പോൾ ഓരോ തവണ വാഷ് ഔട്ട് ആകുമ്പോഴും ഞാൻ പിന്നെ വിചാരിക്കും ഇനി ഞാൻ ഫണ്ട് ലോഡ് ചെയ്യത്തില്ല. ഇല്ല, ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ലൈക്ക് അവിടുന്ന് ഇവിടുന്ന് കിട്ടിയ കുറച്ച് നോളജ്, സപ്പോർട്ട്, മേക്കിംഗ് മണി അറ്റ് ദ സെയിം ടൈം ലൂസിംഗ് മണി. തുടക്കത്തിൽ നീ ചെയ്തൊരു വലിയ മിസ്റ്റേക്സും കാര്യങ്ങളും എന്തൊക്കെയാണ് എനിക്ക് തോന്നുന്നത്? ലൈക്ക് നീ ഇപ്പോൾ സ്റ്റാർട്ട് ഓവർ ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ നീ അത് മാറ്റി ചെയ്യാമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങളുണ്ടാവുമല്ലോ. അതെ, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, മാർക്കറ്റിൽ ഒരു ക്ലിയർ ഒരു സ്റ്റഡി ഇല്ലാതെ മാർക്കറ്റിൽ വന്നിട്ട് ഗാംബിൾ ചെയ്തത്.
അതാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ ചെയ്ത ഒരു റിഗ്രറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. ഒരു സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ ലൈക്ക് വാട്ട് എവർ ഇറ്റ് ഈസ് അതിലൊരു പ്രോപ്പർ ഒരു എഡ്ജ് ഉണ്ടായിരിക്കണമായിരുന്നു. പക്ഷെ ഞാൻ അത് ബിൽഡ് ചെയ്താൽ മാർക്കറ്റിലേക്ക് ഇറങ്ങിയത്, പൈസ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയത്. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു റിഗ്രറ്റ് പോലെ ഫീൽ ചെയ്യുന്ന ഒരു കാര്യം. ഓക്കെ. അപ്പോൾ ഏത് പോയിന്റിലാണ് നിനക്കിത് എന്താ പറയുക, ഓക്കെ ഇത് വർക്ക് ആവും, ഇനി നമുക്ക് ഫുൾ ടൈം ഇതിലേക്ക് ഇരിക്കാന്നുള്ളൊരു സാധനം മൈൻഡിലെടുത്ത് അവിടെ എത്തിപ്പെട്ടതാണോ അതോ സാഹചര്യം അതിനേക്കാൾ ഉപരി ഞാൻ റിയലൈസ് ചെയ്തതാണ്. അതായത് ഇപ്പൊ ഞാൻ ഇത്ര ചെയ്തിട്ടും സെയിം റിസൾട്ട് ആണ് എനിക്ക് കിട്ടുന്നത്. ഞാൻ ഈ എത്ര സപ്പോർട്ട് റെസിസ്റ്റൻസ് ട്രേഡ് ചെയ്തിട്ടും അല്ലെങ്കിൽ ഡൂയിങ് ദ സെയിം ഷിറ്റ് ഓവർ ആൻഡ് എക്സ്പെക്ടിങ് ഡിഫറെന്റ് റിസൾട്ട്. ആ ഒരു സാധനം ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. അക്കൗണ്ട് പിന്നെ ലോഡ് ചെയ്യും, പിന്നെയും ബ്ലോപ്പ് ആവും, പിന്നെയും ലോഡ് ചെയ്യും, പിന്നെയും ബ്ലോപ്പ് ആവും. അപ്പൊ എനിക്ക് മനസ്സിലായി ഇതിന് വേറെ ലൂപ്പ് ഹോൾ ഉണ്ട്, ഞാൻ ഈ ചെയ്യുന്നത് തെറ്റാണ്. അപ്പം എനിക്ക് കുറച്ചുകൂടി ഒരു സയന്റിഫിക് ടെമ്പർ വന്ന് വൈ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന സംഭവങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു. അങ്ങനെ ICTയിലേക്ക് എത്തി. ആക്ച്വലി ICT എന്ന് പറയുന്ന ചാനലിലേക്ക് എത്തിയണൊക്കെയാണ് ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്യണമെന്ന് തന്നെ എനിക്ക് തോന്നിയത്. കാര്യം എനിക്ക് എല്ലാത്തിനും ഒരു ആൻസർ കിട്ടി. എന്തുകൊണ്ട് എൻ്റെ അക്കൗണ്ട് ബ്ലോക്ക് ആവുന്നു, എന്തുകൊണ്ട് ഞാൻ ബ്രീച്ച് ആവുന്നു എന്നുള്ള എല്ലാം ഒരു ആൻസർ കിട്ടിയത് ICTയിലാണ്. നീ അറ്റ് സെയിം ടൈം നീ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. അപ്പൊ നീ എപ്പോഴായി ഫുൾ ടൈം സാധനം ക്വിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇതിലേക്ക് അല്ലെങ്കിൽ അതൊരു വലിയൊരു ഡിസിഷനാണ്. ഞാനിപ്പം എൻ്റെ കരിയർ വൈസ് പറയുകയാണെങ്കിൽ ഞാനൊരു 4 വർഷം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞാൻ ഓക്കെ ഇനി എനിക്ക് ഇതിലേക്ക് മാറ്റി വെക്കാന്നുള്ളൊരു സാധനത്തിലേക്ക് എനിക്ക് ആ ഒരു കോൺഫിഡൻസ് കിട്ടി. അപ്പോൾ ഓരോരുത്തർക്ക് ഡിഫറെൻ്റ് ആയിരിക്കും. നീ എനിക്ക് തോന്നുന്നു നീ തുടക്കത്തിൽ ഒരു 1 to 2 yearsന്റെ ഉള്ളിൽ നീ അത് ചെയ്തിട്ടുണ്ട്. അപ്പം നീ അത് ചെയ്തത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ലൈക്ക് വാട്ട്സ് യുവർ ഒപ്പീനിയൻ? അത് ഒന്നാമത്തെ കാര്യം, ഞാൻ ട്രേഡിങ്ങിനെ ട്രസ്റ്റ് ചെയ്ത് ജോബ് ക്വിറ്റ് ചെയ്തതല്ല. അത് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യരുത്. അത് എൻ്റെ സിറ്റുവേഷൻ ഭയങ്കര വിയേർഡായി. എല്ലാവരും ചെയ്യുന്ന മണ്ടത്തരം അതാണ്. കുറച്ച് ക്യാഷ് വന്ന് തുടങ്ങുമ്പോഴേ ജോലി ക്വിറ്റ് ചെയ്യുക. എൻ്റെ സിറ്റുവേഷൻ എനിക്ക് ആ ജോലി കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. ട്രേഡിങ് സൈഡിൽ കൂടെ നോക്കാമെന്ന മൈൻഡിൽ മാത്രം, വേറെ ജോലിക്ക് പോകാന്നുള്ള മൈൻഡിൽ ഞാൻ ജോലി ക്വിറ്റ് ചെയ്യുന്നത്. പിന്നെ വന്നിരുന്ന് എനിക്ക് എന്തുകൊണ്ട് ട്രേഡ് ചെയ്തുകൂടാ എന്നുള്ളൊരു തോട്ടിലാണ് ഞാൻ പിന്നെ മുമ്പോട്ട് പോയത്. അല്ലാതെ ഒരിക്കലും തുടക്കത്തിലൊക്കെ നിനക്ക് എങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു? ഒരിക്കലും ഇല്ല. തുടക്കത്തിലൊക്കെ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഒക്ടാഫെക്സിലാണ് ട്രേഡ് ചെയ്തോണ്ടിരുന്നത്. അതിലിപ്പോൾ ഒരു $100 $150 $200 ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി അതിനകത്ത് $10 ചിലപ്പോൾ ഒരു വീക്കെൻഡ് ഉണ്ടാക്കുമായിരിക്കും. പിന്നീട് അത് ബ്രീച്ച് ആക്കും. അങ്ങനത്തെ രീതിയിലാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോഴും എനിക്കൊരു പ്യുവർ എഡ്ജ് ഇല്ല. ഞാൻ ഈ ജോലി ക്വിറ്റ് ചെയ്യുന്ന സമയത്ത് പോലും എനിക്ക് പ്യുവർ എഡ്ജ് ഇല്ല. ഞാൻ ട്രേഡിങ്ങിനെ ട്രസ്റ്റ് ചെയ്തല്ല ജോലി ക്വിറ്റ് ചെയ്ത്. എൻ്റെ ഒരു കംഫർട്ട് സോണിന് വെളിയിൽ വരണം എന്നുള്ളൊരു മൈൻഡിൽ മാത്രമാണ് ഞാനത് ചെയ്തത്. പിന്നെ ഇപ്പം കറന്റ് നീ ഫ്യൂച്ചേഴ്സാണ് ചെയ്യുന്നത്. അതായത് 1 year ആയിട്ട് ഇപ്പം നീ ഫ്യൂച്ചേഴ്സാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്താണ് നിനക്ക് ആ ഒരു എന്താ പറയുക ലൈക്ക് ആ ഒരു അസറ്റ് ക്ലാസ് സ്വിച്ച് ചെയ്യാൻ തോന്നാൻ കാരണം? അതൊരു ഈ ഒരു സംഭവം ഫോറക്സിൽ നിന്ന് ഫ്യൂച്ചേഴ്സിലേക്ക് വരാൻ വേണ്ടി എടുത്ത തീരുമാനം അത്രയും ഞാൻ ആലോചിച്ചെടുത്തത്. സത്യം പറഞ്ഞാൽ ട്രേഡിങ്ങിലേക്ക് ഇറങ്ങണമെന്ന് പോലും ഞാൻ അത്ര ആലോചിച്ചിട്ടില്ല. അത് അത് കാര്യം ഞാൻ ഫോറക്സ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അത്യാവശ്യം പ്രോഫിറ്റബിൾ ആണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ ക്യാഷ് മേക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഞാൻ ഇനി ഫ്യൂച്ചേഴ്സിലേക്ക് പോകണം എന്നുള്ളൊരു ചോദ്യമായിരുന്നു എൻ്റെ മുന്നിൽ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എനിക്കാണെങ്കിൽ ട്രേഡിങ്ങിലേക്ക് ഇറങ്ങണോ എന്നുള്ളൊരു ചിന്തയിൽ ഞാൻ അത്രയും ചിന്തിച്ചതിനേക്കാളും കൂടുതൽ ഞാൻ ഇപ്പോഴും ആ സമയത്താണ് അസറ്റ് ക്ലാസ് മെയിനായിട്ട് എനിക്ക് സ്വിച്ച് ചെയ്തതിൻ്റെ റീസൺ പറയുകയാണെങ്കിൽ ആക്ച്വലി ആസ് യൂഷ്വൽ പറയുന്ന പോലെ തന്നെ ഇപ്പം ഞാൻ ഫണ്ടഡ് അക്കൗണ്ട്സാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഫണ്ടഡ് അക്കൗണ്ട്സിൻ്റെ റിലയബിലിറ്റി ആണ്. നമുക്ക് മോർ ലൈക്ക് ഒരു ലൈഫ് ഫണ്ട് ട്രേഡ് ചെയ്യുന്ന പോലെ ചെയ്യാൻ പറ്റും ഫ്യൂച്ചേഴ്സിൽ. ഫോറക്സിൽ എന്ന് പറയുമ്പോൾ അങ്ങനെ അല്ല ആക്ച്വലി. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. ഞാനിപ്പോൾ ഒരു നോർമൽ ഒരു ബ്രോക്കറിൽ ട്രേഡ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു മിനിമൽ രീതി തുടങ്ങുകയാണെങ്കിൽ ഒബ്വിയസ്ലി ഐ ചൂസ് ഫോറക്സ്. കാര്യം അവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പം ചെറിയ അമൗണ്ടിൽ തന്നെ നമുക്ക് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഒരു എഡ്ജ് ഉള്ള ഒരാൾക്ക് ഇതിനകത്തുനിന്ന് കൺസിസ്റ്റന്റ് ബേസിൽ പ്രോഫിറ്റ് എടുത്തുകൊണ്ട് മുമ്പോട്ട് വരാൻ പറ്റും. അത് ഇപ്പോൾ വലിയൊരു കാര്യമാണ്. ഫോറക്സ് ടു ഫ്യൂച്ചേഴ്സ് അല്ലേ? അതെ. അപ്പം നീ ഫസ്റ്റ് മൈക്രോ തന്നെ നീ എങ്ങനെയാ? ഞാൻ മാർക്കറ്റിലേക്ക് വന്ന സമയത്ത് ഞാൻ മിനിയാണ് ചെയ്ത് തുടങ്ങിയത്. മൈക്രോ എന്ന് പറയുന്ന കോൺസെപ്റ്റ് എൻ്റെ മൈൻഡിൽ ഇല്ലായിരുന്നു. ഞാൻ മിനിയിലാണ് ട്രേഡ്, നാസ്ഡാക്ക് മിനിയിലാണ് ട്രേഡ് എടുത്ത് മുമ്പോട്ട് വന്നത്. അപ്പം അപ്പോഴൊക്കെ എൻ്റെ ട്രേഡ് ഭയങ്കര ഷാർപ്പായിരുന്നു. വേറെ ഫ്ലക്ച്വേഷൻസോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. ലൈക്ക് എൻ്റെ കമ്പനി കാണുന്ന റിസ്കിനനുസരിച്ച് ട്രേഡ് കാണാൻ ഞാൻ പ്ലേസ് ചെയ്യും, ഇല്ലെങ്കിൽ എനിക്ക് ട്രേഡ് ഇല്ല എന്നുള്ള മൈൻഡിലാണ് ഞാൻ പറഞ്ഞിട്ട്. എനിക്ക് വന്നിപ്പം മൈക്രോയിലേക്ക് ഞാൻ സ്വിച്ച് ചെയ്തപ്പോൾ ഫോറക്സ് ട്രേഡ് ചെയ്യുന്ന പോലെ ഞാൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു ഡൗട്ടുണ്ട്. ഞാൻ ഇന്ന് നിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു ഡീവിയേഷൻ അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ അത് ഞാനിപ്പോൾ അതിനെ ഒരു സോർട്ട് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫ്യൂച്ചേഴ്സ് ആണ്. ഒബ്വിയസ്ലി ആരും ഇപ്പം മേജർ ഡിഫറൻസ് ആയിട്ട് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ
നിങ്ങൾ ഇടുന്ന എഫേർട്ടിനനുസരിച്ചുള്ള റിവാർഡ് കിട്ടുന്ന ഫ്യൂച്ചേഴ്സിലാണ്. കാര്യം ഞാൻ ഒരിക്കലും ഫോറക്സിനെ സപ്രസ് ചെയ്തിട്ട് പറയല്ല. കാര്യം ഞാനാക്കിയത് ഫോറക്സാണ്. അപ്പോൾ ഞാൻ അതിനെ ഒരിക്കലും ഡിസ്റെസ്പെക്ട് ചെയ്തിട്ട് ഞാൻ പറയുന്നതല്ല. നിങ്ങൾ കൊടുക്കുന്ന ടൈമിന് നിങ്ങൾക്കൊരു എഫേർട്ട് നിങ്ങൾക്ക് റിട്ടേൺ കിട്ടണമെങ്കിൽ നിങ്ങൾ ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യണം. ഫണ്ടഡ് അക്കൗണ്ട്സ് ആണ് മെയിൻലി ട്രേഡ് ചെയ്യുന്നതെങ്കിൽ, നോട്ട് ദ പോയിന്റ്. ഫണ്ടഡ് അക്കൗണ്ട്സ് ആണ് മെയിൻലി ട്രേഡ് ചെയ്യുന്നത്. പിന്നെ ഒരു ചോദ്യം എന്താ വെച്ചാൽ, ആസ് എൻ ഇന്ത്യൻ ട്രേഡർ US ഫ്യൂച്ചേഴ്സ് ചെയ്യുന്നതാണോ അതോ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ചെയ്യുന്നതാണോ? ഇത് ഒപ്പീനിയൻ ആണ് ചോദിക്കുന്നത്, നോട്ട് എ സജഷൻ, അങ്ങനെയൊന്നും അല്ല. ഓക്കെ, ഇന്ത്യൻ മാർക്കറ്റ് ഞാൻ ഇന്ന് വരെ എന്നോട് പലരും ചോദിച്ചിട്ടുള്ള കാര്യം എന്തുകൊണ്ട് ഞാൻ ഇന്ത്യൻ മാർക്കറ്റ് ലിക്വിഡിറ്റി അല്ലെങ്കിൽ ഓപ്ഷൻസ് ട്രേഡ് ചെയ്യുന്നില്ല എന്നുള്ള ചോദ്യം. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്, ഞാനൊരു മോർ ലൈക്ക് ഒരു മെക്കാനിക്കൽ സെറ്റ് ഫോളോ അപ്പ് ചെയ്യുന്ന ഒരാളാണ്. കൈൻഡ് ഓഫ് ലോജിക്കൽ സംഭവങ്ങളുണ്ട്. എനിക്ക് നല്ല ലിക്വിഡിറ്റി ഉള്ള മാർക്കറ്റ് വേണം ട്രേഡ് ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില സമയത്ത് നല്ല മൂവ് മാർക്കറ്റ് കിട്ടാറുണ്ട്, ഇന്ത്യൻ മാർക്കറ്റ് കിട്ടാറുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു പ്രൈസ് ആക്ഷൻ ടെക്നിക്കൽ സൈഡ് മാത്രമാണ് ഞാൻ ഇന്ത്യൻ മാർക്കറ്റ് ട്രേഡ് ചെയ്ത് മുമ്പോട്ട് പോകുന്നത്. അല്ലാതെ അതിനകത്ത് വേറെ ഇന്ത്യൻ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിനക്ക് ഇന്ത്യൻ മാർക്കറ്റ് ചെയ്യണമെന്ന് തോന്നിയിട്ടില്ല? ഒരു പോയിന്റ് പോലും ഇതിന് ആവശ്യമുണ്ടെന്ന് തോന്നിയിട്ടില്ല? എനിക്ക് തോന്നിയിട്ടില്ല. കാര്യം പല ഏരിയാസിലും എനിക്ക് ഇതാണ് കുറേ കൂടെ കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളത്. എനിക്കതെ ക്ലീൻ പ്രൈസ് ആക്ഷൻ ആണ്, നല്ല വോളറ്റിലിറ്റി ഉണ്ട്. പിന്നെ മൾട്ടിപ്പിൾ ചോയ്സ് വരുമ്പോഴേ നമ്മൾ അതിനകത്ത് പിന്നെ മടി പിടിച്ച് തുടങ്ങും. അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ നോക്കാത്തത്. ഓക്കെ, നീ സെറ്റപ്പിനെ പറ്റി പറയുന്നതിൽ കംഫർട്ടബിൾ ആണോ? നീ യൂസ് ചെയ്യുന്നത് ജസ്റ്റ് ഒരു ഓവർവ്യൂ പറയാൻ പറ്റും? ഞാൻ യൂസ് ചെയ്യുന്ന സെറ്റപ്പ് എന്ന് പറയുന്നത്, അതിനെപ്പറ്റി പറഞ്ഞ പിന്നെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയേണ്ടതുണ്ട്, എങ്ങനെ അതിലേക്ക് എത്തിപ്പെട്ടെന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, ഞാൻ പല സംഭവങ്ങളും ട്രേഡ് ചെയ്തിട്ടുള്ള ഒരാളാണ്. ബോളിഞ്ചർ ബാൻഡ്, സപ്പോർട്ട്, റെസിസ്റ്റൻസ്, ഓൾമോസ്റ്റ് വൈക്കോ സ്കിമാറ്റിക് ഒക്കെ ഞാൻ ട്രേഡ് ചെയ്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ. എന്നുവെച്ചാൽ ഞാൻ ഓൾമോസ്റ്റ് എല്ലാ സാധനവും ചെയ്ത് നോക്കിയിട്ടുള്ള ഒരാളാണ്. ഞാൻ ഈ ICT-യിലേക്ക് വന്നിട്ട് ഞാൻ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കറൻ്റ്ലി ഞാൻ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം എനിക്ക് ആദ്യമേ കിട്ടിയതാണ്. ഓക്കെ, ഞാൻ അത് കഴിഞ്ഞിട്ടും കുറേ സാധനങ്ങൾ ഞാൻ സെർച്ച് ചെയ്തുകൊണ്ടിരുന്നു, വീണ്ടും പല കാര്യങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ എപ്പോഴും ആ ഒരു ആദ്യമേ ഞാൻ ഇപ്പം ചെയ്യുന്ന സെറ്റപ്പ് ഞാൻ ആദ്യമേ ചെയ്യുന്നുണ്ടോ, ഞാൻ പേരിടുവോ BLP ILP എന്നൊന്നും പേരിട്ട് ഞാൻ വിളിച്ചിട്ടൊന്നുമില്ല. ഞാൻ സാധനം എൻ്റെ കൺമുന്നിൽ കാണുന്നുണ്ട്. അപ്പം ഞാൻ അതിലേക്ക് എന്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്ത് പോയില്ല എന്നുള്ളതിൻ്റെ ഒരു ആൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കത് ഭയങ്കര സിമ്പിളായിരുന്നു. അപ്പോൾ എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നു, ട്രേഡിംഗ് ഷുഡ് ബി ഹാർഡ്, യു കാനോട്ട് മേക്ക് ദിസ് മച്ച് മണി ബൈ യൂസിങ് ദിസ് സ്മോൾ സെറ്റപ്പ്. അല്ലെങ്കിൽ ഇത്ര സിമ്പിൾ സെറ്റപ്പ് വെച്ചിട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് പോകാൻ പറ്റത്തില്ല എന്നുള്ളൊരു ഇന്നർ തോട്ടാണ് എന്നെ കൂടിയ കാര്യങ്ങളിലേക്ക് പോകാനായിട്ട് പ്രേരിപ്പിച്ചത്. ഹാർഡസ്റ്റ് തിങ് എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തു പോകുന്നതാണ് ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള തിങ്. ലൈക്ക് അതൊരു ട്രേഡറോട് സംസാരിച്ചാൽ നമുക്ക് മനസ്സിലാവും. കാരണം വലിയ കോംപ്ലക്സ് സെറ്റപ്പിന്റെ ഒന്നും ആവശ്യമില്ല, സിമ്പിൾ ആയിട്ടുള്ള ഒരു സാധനം കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ മതി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലൈക്ക് ഇപ്പം ഞാനെങ്കിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു. പിന്നെ എന്തുകൊണ്ട് എനിക്ക് എൻ്റെ പഴയ സെറ്റപ്പ് ഒന്ന് ബാക്ക് ടെസ്റ്റ് ഫോർവേഡ് ടെസ്റ്റ് അടിച്ചുകൂടാ എന്നൊരു തോട്ടിലാണ് ഞാൻ പിന്നെ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ തുടങ്ങി എന്ന് പറയുമ്പോഴും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഒരു 6 months ഡേറ്റ എങ്കിലും ബാക്ക്ഗ്രൗണ്ടിൽ വേണം. എങ്കിൽ മാത്രമേ നമുക്കൊരു സെറ്റപ്പിനെ ട്രസ്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഇനി ഞാൻ എൻ്റെ സെറ്റപ്പിനെ പറ്റിയും പറയാം. എൻ്റെ സെറ്റപ്പ് എന്ന് പറയുകയാണെങ്കിൽ എനിക്കത് റിവീൽ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ എൻ്റെ ലീക്ക് ആവുന്നോ എന്നുള്ളൊരു പേടിയൊന്നുമില്ല. ലൈക്ക് ഞാൻ ഒരു കണ്ടിന്യൂഷൻ അല്ല റിവേഴ്സൽ എന്നുള്ള രീതിയിലാണ് ട്രേഡ് എടുക്കുന്നത്. 2 സംഭവം മാർക്കറ്റിൽ നടക്കത്തുള്ളൂ. ഒന്നേ മാർക്കറ്റ് മേപ്പോട്ട് പോകും, താപ്പോട്ട് പോകും. റണ്ണ് ഇത്ര അല്ല അക്യുമുലേറ്റ് ചെയ്യും. 2 എൻ്റെ തോട്ട് പ്രോസസ്സ് ഇങ്ങനെ, മാർക്കറ്റ് ഇപ്പം ബെയറിഷാന്ന് വിചാരിക്കുക, ബെയറിഷ് വന്നുകൊണ്ടിരിക്കുന്ന മാർക്കറ്റ് ഒന്നെങ്കിൽ തിരിച്ച് ബുള്ളിഷ് പോവാം, അല്ലെ ആ പാത്ത് കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അക്യുമുലേറ്റ് ചെയ്യാം. അപ്പം ഇതിനകത്ത് ഈ ഇൻ ബിറ്റ്വീൻ 3 എണ്ണത്തിൻ്റെ ഇടയിൽ ഏതാണോ ഏറ്റവും കൂടുതൽ പ്രോബബിലിറ്റി മാർക്കറ്റിൽ കിട്ടാൻ കഴിയുക എന്നുള്ളൊരു സാധനമാണ് എൻ്റെ സെറ്റപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് കുറച്ച് മെക്കാനിക്കൽ സാധനങ്ങൾ, ടെക്നിക്കൽ സാധനങ്ങൾ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ട്രേഡ്. ഇപ്പോൾ എക്സാമ്പിൾ ബെയറിഷ് വന്നിരിക്കുന്ന പ്രൈസ് എന്തുകൊണ്ട് ഇനി അത് തിരിച്ച് ബുള്ളിഷ് പോകണം, അതിനാണ് ഞാൻ യൂസ് ചെയ്യുന്ന PDRIs, ഞാൻ യൂസ് ചെയ്യുന്ന ലിക്വിഡിറ്റീസും കാര്യങ്ങളിലൊക്കെ. ഇനി അത് കണ്ടിന്യൂഷൻ ആണെങ്കിൽ അതിന് എനിക്ക് സേർട്ടൺ ലിക്വിഡിറ്റീസിനെ പ്രൈസ് ഡിസ്റെസ്പെക്ട് ചെയ്ത് അതിനുള്ള സംഭവങ്ങൾ പ്ലേ അപ്പ് ചെയ്യണം. ഇതിപ്പോൾ പറയുമ്പോൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും, പക്ഷേ VLP ILP എന്നുള്ള രീതിയിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര സിമ്പിളാണ്. ഞാൻ ട്രേഡ് എടുക്കുന്നത് അന്ന് മുതൽ ഇന്ന് വരെ ട്രേഡ് എടുക്കുന്നത് കംപ്ലീറ്റ്ലി 1 minute. അത് ഞാൻ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, 1 minute ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. നിങ്ങൾക്ക് ചാർട്ട് റീഡ് ചെയ്യാൻ അറിയാമെങ്കിൽ എല്ലാ ടൈം ഫ്രെയിമും നിങ്ങൾക്ക് ഒരേപോലെ റീഡ് ചെയ്യാൻ കഴിയും. അത് പക്ഷേ ശരിയാണ്, 1 minute പ്രൈസിൻ്റെ മൂവ് ഭയങ്കര, ക്യാൻഡിൽസ് പ്രിൻറ്റ് ചെയ്യുന്നത് ഭയങ്കര പെട്ടെന്നാണ്. ഞാൻ ടോപ്പ് സ്റ്റെപ്പിൽ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ 5 seconds 30 seconds ചാർട്ടിലേക്ക് ഞാൻ ട്രേഡ് എടുത്തിട്ടുണ്ട്. ഐ ഡു ദ സെയിം തിങ് ഉണ്ട്. എനിക്കൊന്നും പ്രത്യേകിച്ച് എനിക്ക് ടൈം ഫ്രെയിം സ്വിച്ച് ചെയ്യുന്നത് അതായത് ഒരു ബിഗിനറിനെ സംബന്ധിച്ച് ഈ വലിയ മൂവ് കാണുമ്പോൾ അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഈ പ്രൈസ് ഫ്ലക്ച്വേഷൻ കാണുമ്പോൾ
അവർക്ക് കുറച്ച് ടഫായിട്ട് തോന്നാൻ ചാൻസ് ഉണ്ട്. സോ എൻ്റെ സ്വീറ്റ് സ്പോട്ട് എന്ന് പറയുന്നത് 1 മിനിറ്റ് ആണ്. അതിൻ്റെ താഴോട്ട് ഞാൻ പോയിട്ടില്ല. ഞാനത് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. ലൈക്ക് ഞാൻ 1 മിനിറ്റ് ആയിരുന്നു ഞാൻ നോക്കിക്കൊണ്ടിരുന്നത് എൻട്രി എടുത്തത്. പിന്നെ ഞാൻ 15 സെക്കൻഡ്സ് 30 സെക്കൻഡ്സും ചെയ്തുകൊണ്ടിരുന്നു. ലൈക്ക് ആ ഒരു ലൂപ്പിലായിരുന്നു ഞാൻ. പിന്നെ ഇപ്പം ഞാൻ കറൻ്റ്ലി എന്താ പറഞ്ഞാൽ ഞാൻ ഹൈ ടൈം ഫ്രെയിമില്ല. ലൈക്ക് ഒരു ഹൈ ടൈം ഫ്രെയിം എന്ന് പറഞ്ഞാൽ 3 മിനിറ്റ്സ് 5 മിനിറ്റ്സ് 15 മിനിറ്റ്സ് ഒക്കെ ഞാൻ നോക്കാറുണ്ട്. അപ്പോൾ എനിക്ക് ഉണ്ടായ മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സെറ്റപ്പിൻ്റെ ക്വാളിറ്റി കൂടി, ട്രേഡ്സിൻ്റെ ക്വാളിറ്റി കൂടി, വിൻ റേറ്റ് കൂടി, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് വലിയൊരു കാര്യമുണ്ട് ഇതിൻ്റെ അകത്ത്. നിങ്ങൾ 15 സെക്കൻഡ് ചാർട്ടിലൊക്കെ ചെയ്യുവാണെങ്കിൽ അത്രയും മൈന്യൂട്ട് ഫ്രാക്ഷൻ ഓഫ് ടൈമിലാണ് നമ്മൾ ഡിസിഷൻ മേക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അത് നമ്മളെ എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെ കുറച്ചും കൂടി ഹൈ ടൈം ഫ്രെയിം ആകുമ്പം അത്രയും കൂടെ ലിബറലാണ്. അപ്പോൾ ആ ഒരു സാധനം ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. ഫോർ മീ 1 മിനിറ്റ് ഈസ് സ്വീറ്റ് സ്പോട്ട്. എനിക്ക് 1 മിനിറ്റ്, ഞാൻ 3 മിനിറ്റിൽ എൻട്രി എടുക്കണമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ആവശ്യമില്ല. എനിക്ക് 1 മിനിറ്റിൽ എൻ്റെ സാധനം കാണുന്നുണ്ട്, ഞാൻ അതിൽ ഓക്കെയാണ്. ഓക്കെ. അപ്പോൾ എനിക്കൊരു 3 കാര്യങ്ങൾ ചോദിക്കേണ്ടത്. അതായത് നീ എങ്ങനെയാണ് എൻ്റെ ഹൈ പ്രോബിലിറ്റി സെറ്റപ്പിലേക്ക് എത്തുക? ലൈക്ക് എന്താണ് നിൻ്റെ ഒരു, നീ അങ്ങോട്ട് എത്തിച്ചേരുക എങ്ങനെയാണ്? പിന്നെ നീ എങ്ങനെയാണ് ഒരു ട്രേഡ്, ഓക്കെ ഇത് നല്ലതാണ്, ഇതൊരു A+ സെറ്റപ്പ് ആണെന്നുള്ള സാധനത്തിലേക്ക് നീ എത്തുക? പിന്നെ അതെങ്ങനെയാണ് നീ ഇൻവാലിഡേറ്റ് ചെയ്യുക? അതായത് ഇത് പോരാ, ഇത് മാറി നിൽക്കുക, നീ അങ്ങനെ മാറി നിൽക്കാറില്ലേ? അത് ആ ഒരു സംഭവത്തിലേക്ക് നീ എത്തുന്ന, ലൈക്ക് നിന്റെ ടെക്നിക്കൽ സൈഡ് അല്ല എനിക്കറിയേണ്ടത്, സൈക്കോളജിക്കൽ സൈഡ്. ഞാനത് പറയാൻ വരുമായിരുന്നു. സൈക്കോളജിക്കലി ആണ് ഞാനത് നോക്കുന്നത്. ഇപ്പം ഈവൻ ദോ എൻ്റെ സെറ്റപ്പ് ഫോം അപ്പ് ചെയ്താൽ ഞാൻ ട്രേഡ് എടുക്കാത്ത സിനാരിയോസ് ഉണ്ട്. ഇപ്പം എൻ്റെ സെറ്റപ്പ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ കണ്ടിന്യൂഷൻ റിവേഴ്സലാണ്. ഇതിനകത്ത് ഈ റിവേഴ്സലാണ് ഏറ്റവും കൂടുതൽ ഞാൻ സൂക്ഷിച്ചെടുക്കുന്നത്. അപ്പം മാർക്കറ്റ് ഇപ്പം ഒരു ബെയറിഷ് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ബെയറിഷ്, അപ്പം പ്രൈസ് ബെയറിഷ് പോകാനാണ് ചാൻസ്. കൂടെ അങ്ങ് പോയാൽ മതി. അതായത് പണ്ടൊക്കെ ഒരു പഴഞ്ചൊല്ലി കേട്ടിട്ടുണ്ട്, ട്രെൻഡ് ഈസ് യുവർ ഫ്രണ്ട്. ട്രേഡിംഗിൽ അത് അങ്ങനത്തെ രീതിയിൽ നോക്കുകയാണെങ്കിൽ റിവേഴ്സലാണ് നമുക്ക് കൂടുതൽ പണി കിട്ടാൻ ചാൻസ്. അതെ. അപ്പം എൻ്റെ ഈ കണ്ടിന്യൂഷനെയാണ് ഞാൻ വിളിക്കുന്ന ILP VLP എന്നാണ് ഞാൻ എൻ്റെ സെറ്റപ്പ് അനുസരിച്ചിട്ട് അതിലുള്ളത്. അപ്പം ഈ പറയുന്ന VLP ILPയിൽ എനിക്കൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ലിക്വിഡിറ്റി ഇഞ്ചക്ഷൻ കാണണം. പ്രൈസ് അത്ര നല്ല രീതിയിൽ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് കാണണം. ഇതാണ് എൻ്റെ മേജർ സംഭവം. ഈവൻ അങ്ങനെ ഫോം ചെയ്താൽ പോലും ഞാൻ എൻ്റർ ചെയ്യാൻ പഠിക്കും. കാര്യം അത് ഒന്നാമത്തെ കാര്യം, ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന ലിക്വിഡിറ്റി അല്ലെ പ്രൈസ് ലെവലിലേക്ക് പ്രൈസ് റൺ ചെയ്യാനുള്ള ആ ഒരു സ്പീഡ് മൊമെൻറ്റം കാണിക്കുന്നില്ലെങ്കിൽ, അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഞാൻ ആ ട്രേഡ് എടുക്കത്തില്ല. ഞാനപ്പോൾ ഏറ്റവും കൂടുതൽ കൺസിഡർ ചെയ്യുന്നത് കണ്ടിന്യൂഷൻ ട്രേഡ്സിനായിരിക്കും. അപ്പോൾ ആ പോകുന്ന ഇപ്പം റിവേഴ്സ് ബെയറിഷ് വന്നുകൊണ്ടിരിക്കുന്ന മാർക്കറ്റ്, അപ്പോൾ ബുള്ളിഷ് പോകുന്നതിന് ഒരിക്കലും ക്യാച്ച് ചെയ്തില്ല. അത് പോയിട്ട് ഒരു റീട്രേസ്മെന്റ് കണ്ടിന്യൂഷൻ ബെയറിഷ് ആയിരിക്കും ക്യാച്ച് ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ സൈക്കോളജിക്കലി ആയാലും എനിക്കാണെങ്കിൽ ഈ ഒരു ലിക്വിഡിറ്റി ഇഞ്ചക്ഷൻ കാണുമ്പോൾ ഞാൻ കയറി പെട്ടെന്ന് റിവേഴ്സിൽ ക്യാച്ച് ചെയ്യണം, ആ ഒരു തോട്ട് എനിക്ക് വരത്തില്ല, ഫോമോ എനിക്ക് വരത്തില്ല. അതേപോലെ തന്നെ ട്രേഡ് മിസ് ഔട്ട് ആവുമോ എന്നുള്ളൊരു സംഭവത്തിനേക്കാൾ ഉപരി ഇപ്പം മെയിനായിട്ട് ഒരു ബിഗിനർ ചിന്തിക്കുന്ന കാര്യം, ഇവിടെ ഇനി എൻട്രി മിസ്സായി കഴിഞ്ഞാൽ അടുത്തൊരു എൻട്രി കിട്ടുമോ എന്നുള്ളൊരു തോട്ടില്ല. കാര്യം എനിക്കറിയാം മാർക്കറ്റ് എങ്ങോട്ടേക്കാണ് റൺ ചെയ്യുന്നത്, ഇനി എങ്ങോട്ടേക്കാണ് പോകാനുള്ളത്. അതാണ് ഏറ്റവും മെയിൻലി. പിന്നെ എൻ്റെ A+ സെറ്റപ്പ് എന്ന് പറയുന്നത് എപ്പോഴും ഞാൻ കൺസിഡർ ചെയ്തിട്ടുള്ളത് എൻ്റെ റിവേഴ്സലാണ് എൻ്റെ A+ സെറ്റപ്പ്. കംഫർട്ടബിൾ അതിൽ നിന്ന് ഉപരി VLP ILP എന്ന് പറയുമ്പോൾ റിവേഴ്സലാണ്. അതായത് ഈ പറയുന്ന റിവേഴ്സൽ സാധനം. ILP VLP എന്ന് പറയുന്നത് കണ്ടിന്യൂഷനാണ്. അപ്പൊ ഈ കണ്ടിന്യൂഷൻ ക്യാച്ച് ചെയ്യാനെങ്കിൽ പ്രത്യേകിച്ച് വലിയ റോക്കറ്റ് സയൻസിന്റെ ആവശ്യമില്ല, മാർക്കറ്റിന് കൂടെ പോയാൽ മതി, കുറച്ച് കൺഫർമേഷൻ മാത്രം. പക്ഷെ മറ്റേതെന്ന് പറയുന്നത് കൂടുതൽ കൺഫർമേഷൻസ് വേണം. അപ്പൊ ഈ കൂടുതൽ കൺഫർമേഷൻ ഉള്ളപ്പോൾ എനിക്ക് കൂടുതൽ ഒരു സ്ട്രോങ് ഞാൻ അനാലിസിസ് തന്നെ എടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ ഞാൻ കുറെ കൂടെ കോൺഫിഡന്റ് ആണ്. അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. പക്ഷെ ക്യാഷ് ഉണ്ടാക്കാൻ അല്ല കൂടുതൽ പെട്ടെന്ന് മാർക്കറ്റിൽ എൻട്രി ചെയ്യാൻ ILP VLP, അതായത് കണ്ടിന്യൂഷൻ ട്രേഡ് ആണ് എനിക്ക് ഓക്കെ. പിന്നെ ഒരു ഫിക്സഡ് ബയാസ് വെച്ചിട്ട് മാർക്കറ്റിലേക്ക് വരുന്നതിനെ പറ്റി നിന്റെ അഭിപ്രായം എന്താ? ഞാൻ എന്റെ അതൊരു പക്കാ ട്രാപ്പാ. ബയാസ് ഡെയിലി ബയാസ് അല്ലെ 1 hour ബയാസ് 50 ഇങ്ങനെ ഒരു ഷിറ്റ് ഇല്ലെന്ന് ഞാൻ എന്റെ വർക്കാവില്ല എന്നല്ല, പക്ഷെ അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ മാനിപ്പുലേറ്റഡ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. അതായത് എന്താ പറയാ, റിയൽ ടൈമിൽ എന്താണോ നടക്കുന്നത് അതിനെ റിയാക്ട് ചെയ്യാൻ പഠിക്കുക. ഞാൻ എൻ്റെ കാര്യം പറയാം. ലൈക്ക് ഇപ്പം എനിക്ക് ബയാസ് ട്രേഡ് ചെയ്തപ്പോൾ എന്താണ് എങ്ങനെയാണ് മാനിപ്പുലേറ്റ് ആയെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഒരു സ്ട്രോങ് കൺവിക്ഷനോട് പോവാണ്, ഇന്നും ബൈ സൈഡ് ബയാസ് എന്ന് വിചാരിക്കും, ബൈ ആണ് ബയാസ് എന്ന് വിചാരിക്കുക, അല്ലെ ബുള്ളിഷ് ബയാസ് എന്ന് വിചാരിക്കും. ഞാൻ എപ്പോഴും ഞാൻ ബൈ എടുക്കാനേ ശ്രമിക്കത്തുള്ളൂ. ഈവൻ തോ ഞാൻ 5 ബൈ ചെയ്തിട്ട് ഞാൻ ലോസ് ആയാൽ പോലും അടുത്ത 6ാമത്തെ ട്രേഡ് ഞാൻ ബൈ എടുക്കാനേ ശ്രമിക്കത്തുള്ളൂ. കാര്യം ഇതാണ് ബയാസ് എന്നെ കൊണ്ട് മാനിപ്പുലേറ്റ് ചെയ്യിപ്പിച്ചത്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഡ്രോപ്പ് ചെയ്തതാണ്. ഫിക്സഡ് ആയിട്ട് നമ്മൾ മാർക്കറ്റിലോട്ട് വരിക, മാർക്കറ്റ് ലിക്വിഡിറ്റി മാർക്ക് ചെയ്യുക, അവിടെ നിന്ന് എന്താ റിയാക്ഷൻ കിട്ടുന്നത് മാർക്കറ്റ്. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞങ്ങൾ ഈ നാസ്ഡാഗിലൊന്നും സ്വിങ് ചെയ്യേണ്ട ആവശ്യമില്ല. സ്കാൽപ്പിങ് ധാരാളം 1:1 1:2 ഒക്കെ മാക്സിമം നിങ്ങൾ ബുക്ക് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് ഈ പറയുന്ന
ചെറിയ 1 മിനിറ്റിലുള്ള ചെറിയ ഫ്ലക്ച്വേഷൻ ക്യാച്ച് ചെയ്യാൻ നിങ്ങൾക്ക് ഈ ഡെയിലി ബയസ് അറിയേണ്ട ആവശ്യമോ അല്ലെ 1 അവറിന്റെ ഹയർ ടൈം ഫ്രെയിം ബയസ് അറിയേണ്ട ആവശ്യമൊന്നും ഇല്ല. അതൊരു വലിയൊരു കാര്യമാണ്. പിന്നെ ട്രെൻഡ് ഈസ് യുവർ ഫ്രണ്ട് എന്നൊക്കെ പറയുന്നത് വേണമെങ്കിൽ ഹെഡ്ജ് ചെയ്യാനോ അല്ലെങ്കിൽ ആ രീതിയിൽ സ്വിംഗ് ചെയ്യുന്നവർക്കൊക്കെ വേണമെങ്കിൽ അത് അപ്ലിക്കബിൾ ആവായിരിക്കും. പക്ഷേ ആസ് എ സ്വിംഗ് ട്രേഡർ ഓർ വർക്ക് ആവില്ല എന്നല്ല ബിജിൻ പറയുന്നത്. എന്താ പറയാ, അതിന്റെ മേലെ തൂങ്ങി നിൽക്കരുത്. അതായത് റിയൽ ടൈമിൽ നമ്മൾ എന്താ പറയാ മാർക്കറ്റിൽ എന്താണ് നടക്കുന്നത് അതിന് റിയാക്ട് ചെയ്യാൻ പഠിക്കണം. അതാണ് സ്കില്ല്. നമ്മൾ ഡിസിഷൻ മേക്കിംഗ് അല്ല റിയൽ ടൈമിലാണ്. അപ്പം നമ്മൾ മുൻകൂട്ടി ഒരു സാധനമായിട്ട് മാർക്കറ്റിലോട്ട് വരുവാണെങ്കിൽ നമ്മൾ അതിന് അലൈൻഡ് ആയിട്ട് പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അതായത് ഇപ്പം ബാരിഷ് ആണെങ്കിൽ നമ്മളത് ട്രസ്റ്റ് ചെയ്യാണ്ട് ബുൾഷിൽ തന്നെ ക്യാച്ച് ചെയ്ത് നിൽക്കുന്ന കാര്യങ്ങളൊക്കെ. ഹയർ ടൈം ഫ്രെയിം ബയാസ് ഒബ്വിയസ്ലി നല്ലതാണ്, അത് നോക്കുന്നത് നല്ല കാര്യമാണ്. പക്ഷേ ഒരു ഫിക്സഡ് സാധനമായിട്ട് വരാതിരിക്കുക, അത് നല്ല ഇതായിരിക്കും. പിന്നെ നിന്റെ റിസ്ക് മാനേജ്മെന്റിനെ പറ്റി പറ, നീ എങ്ങനെയാണ്? എനിക്ക് തോന്നുന്നു ഇതാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ടോപ്പിക്, റിസ്ക് മാനേജ്മെന്റ്. എൻ്റെ റിസ്ക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്, ഞാൻ തുടക്കത്തിൽ എനിക്കൊരു പ്രോപ്പർ റിസ്ക് മാനേജ്മെന്റ് സിസ്റ്റം ഇല്ലായിരുന്നു, ടു ബി ഓണസ്റ്റ്. ഈവൻ എൻ്റെ സെറ്റപ്പ് ബിൽഡപ്പ് ചെയ്തിട്ട് പോലും ഞാൻ എൻ്റെ റിസ്ക് മാനേജ്മെന്റ് പക്കായിട്ട് ഫോളോ അപ്പ് ചെയ്ത സിനാരിയോ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഹൗ എൻ്റെ സെറ്റപ്പ് ഇച്ചിരി കൂടെ സിമ്പിൾ ആയതുകൊണ്ടായിരിക്കും ഞാൻ സർവൈവ് ചെയ്ത് പോയത്. അല്ലാത്ത പക്ഷം ഞാൻ മാർക്കറ്റിൽ സസ്റ്റെയിൻ പോലും ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ റിസ്ക് മാനേജ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഞാൻ ചെയ്യുന്നതെന്ന് പറയുന്നത്, ഞാൻ എവറി ട്രേഡ് ആണ്, എവറി ഡേ അല്ല, എവറി ട്രേഡ് ഞാൻ 1% ഞാൻ ഐഡിയലി റിസ്ക് ചെയ്യുക. എനിക്കൊരു ഡ്രോ ഡൗൺ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു അക്കൗണ്ടിന് ഇത്ര % ഡ്രോ ഡൗൺ, അതിൽ പോയി കഴിഞ്ഞാൽ പിന്നെ 0.5, അതിൽ നിന്ന് ഞാൻ പിന്നെ കട്ട് ചെയ്യത്തില്ല. അതിൽ നിന്നും പിന്നെ താത്ത് റിസ്ക് ചെയ്യുന്ന ഒരു എമൗണ്ട്. ഞാൻ എൻ്റെ ട്രേഡ് എന്ന് പറയുന്നത് ആക്ച്വലി 3 ട്രേഡ് വരെ എനിക്ക് ദിവസം ആകാം. അപ്പം നിങ്ങൾ മേ ബി ചിന്തിക്കാം, സാധാരണ ക്വാളിറ്റി ട്രേഡേഴ്സ് എപ്പോഴും ഒറ്റ ട്രേഡിൻ്റെ ഡേ എന്നുള്ളതാണല്ലോ. പക്ഷെ അവിടെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് എൻ്റെ റിസ്ക് മാനേജ്മെൻറ്റിൻ്റെ കാര്യം. ഇപ്പം ഞാൻ ഒരു ട്രേഡ് എടുക്കും, അത് ലോസ് ആണെങ്കിൽ എനിക്ക് ഒരു ട്രേഡറുണ്ട് സെയിം 1% റിസ്കിൽ. അപ്പോൾ എനിക്ക് ഒരു ദിവസം മാക്സിമം റിസ്ക് വരുന്ന 2% ആണ്. 2%. അപ്പോൾ നീ ഒരു ദിവസം മാക്സിമം പ്രോഫിറ്റ് അപ്പോൾ എത്ര? 4% ഞാൻ കാൽക്കുലേറ്റ് ചെയ്യത്തില്ല. ഇപ്പം ഞാനിപ്പോൾ ഒരു ട്രേഡ് എടുത്ത് ലോസ് ആയെന്ന് വിചാരിക്കുക. അപ്പോൾ 1% ഡൗൺ ആയി എൻ്റെ അക്കൗണ്ട്. അടുത്തൊരു ട്രേഡ് എടുത്ത് അത് ലോസ് ആണെങ്കിൽ ഐ സ്റ്റോപ്പ് ഫോർ ദ ഡേ. പറഞ്ഞു മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരു ഫസ്റ്റ് ട്രേഡ് എടുത്തു അത് TP ആണെങ്കിൽ അഗൈൻ എനിക്കൊരു ട്രേഡ് ഉണ്ട്. ഈ 1:2 ഫസ്റ്റ് ട്രേഡ് തന്നെ നിനക്ക് ഇപ്പോൾ 1:3 ബുക്ക് ആയെന്ന് വിചാരിക്കും. നീ ഇറങ്ങി പോകും 1:2 മാക്സിമം നോക്കും. അത് കിട്ടി കഴിഞ്ഞാൽ ഇല്ല, മാർക്കറ്റിൽ നിന്ന് ഇറങ്ങില്ല. ഞാൻ അഗൈൻ എനിക്ക് ട്രേഡ് ഉണ്ട്. അങ്ങനെയാണ് ഞാൻ ട്രേഡ് എടുക്കുക. കാര്യം എനിക്ക് എസ്പെഷ്യലി ഞാൻ പറഞ്ഞില്ല, ഞാൻ ഫണ്ടഡ് അക്കൗണ്ട്സ് ആണ് ട്രേഡ് ചെയ്യുന്നത്. അതായത് നീ 1% വെച്ചിട്ടാണ് പെർ ട്രേഡ് എടുക്കുക, ഫസ്റ്റ് ട്രേഡ്. അപ്പൊ നീ 2% ബുക്ക് ചെയ്താലും നീ അടുത്ത ട്രേഡ് ഒരു ട്രേഡും കൂടെ എടുക്കും. ഇപ്പം അത് എൻ്റെ ഒരു സെറ്റപ്പ് വൈസ് ആണ്. ഇപ്പം ഞാൻ പറഞ്ഞല്ലേ, ഞാൻ ഫണ്ടഡ് അക്കൗണ്ട്സ് ആണ് ട്രേഡ് ചെയ്യുന്നത്. സോ ഐ ഡോണ്ട് വാണ്ട് ടു വേസ്റ്റ് മൈ ടൈം ഓൺ ഫണ്ടഡ് അക്കൗണ്ട്സ്. ഈവൻ ദോ ഈ സെയിം സാധനം ഞാൻ എൻ്റെ പേഴ്സണൽ ക്യാപിറ്റലാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ ഞാൻ ഈ 1% 1:1 റിസ്ക് ചെയ്തിട്ട് ഞാൻ ഇറങ്ങി പോകും ഒരു ദിവസം. അതാണ് മൈൻഡ് സെറ്റ്. കാര്യം ഞാൻ സെയിം സാധനം ഫോറക്സിൽ ബ്രോക്കർ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, ഈ റിസ്ക് മാനേജ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ ഐ ഡോണ്ട് വാണ്ട് ടു വേസ്റ്റ് മൈ ടൈം. അതേപോലെ തന്നെ ഫണ്ടഡ് അക്കൗണ്ടിന് ചലഞ്ചൊക്കെ പാസ്സാക്കാൻ ഇതാണ് എനിക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത്, വിഡ്രോയിലേക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ. അപ്പൊ നീ എങ്ങനെ നീ പൊസിഷൻ സൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാ? നീ മൈക്രോയിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പം നീ എന്താ പറയാ, ഇപ്പം $1,000 നമ്മൾ റിസ്ക് ചെയ്യാന്ന് വിചാരിക്കും. അതായത് ഇപ്പൊ 150K അക്കൗണ്ട് ആണെങ്കിൽ 1% എന്ന് പറയുമ്പോൾ നീ 1,500 റിസ്ക് ചെയ്യും. അപ്പൊ 1,500 ആണെങ്കിൽ നീ ആ 1,500 പക്ക അതിന് വരുന്നതാണോ അതോ നീ ലിമിറ്റഡ് കോൺട്രാക്ട്സ് ആണോ? എങ്ങനെയാ നീ റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യുക? ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു 1% റിസ്ക് എന്ന് പറയുമ്പോഴും എങ്ങനെ പോയാലും ഇച്ചിരി ഡോളർ അങ്ങോട്ടും ഇങ്ങോട്ട് പോകും. കാര്യം ഇത് ഞാൻ ഫുള്ള് മൈൻഡ് കാൽക്കുലേഷനാണ്. അപ്പൊ നീ എബോവ് പോവോ അതോ ലൈക്ക് ബിലോ? അല്ല, ബിലോ നിൽക്കും. ഇപ്പൊ എനിക്ക് കിട്ടുന്ന ആ ഒരു എൻ്റെ മൈൻഡിൽ പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്ന ആ ഒരു കോൺട്രാക്ട് സൈസിന്, മൈക്രോ ആണ് ഞാൻ പറയുന്നത്, മിനി അല്ല, അതിൽ നിന്ന് ഒരു 1-2 കോൺട്രാക്ട് സൈസ് മൈക്രോ കോൺട്രാക്ട്സ് കുറച്ച് ഞാൻ എടുക്കുള്ളൂ. കാര്യം എനിക്ക് അടുത്ത ഓപ്ഷൻ എന്ന് വെച്ചാൽ സ്കെയിൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ചെയ്യുള്ളൂ. പിന്നെ എല്ലാവരും ചോദിക്കാറുണ്ട്, ഇത്ര പെട്ടെന്ന് എങ്ങനെയാ ഒരു ട്രേഡ് കണ്ട് നമ്മൾ ഇമ്മീഡിയറ്റ് ഡിസിഷൻ വേണം 1 മിനിറ്റിൽ എത്ര പെട്ടെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അത് നിങ്ങളുടെ സ്പീഡ് ചെയ്ത് നമ്മൾ അത് ആയിക്കോളും. അത് യൂസ്ഡ് ആവേണ്ട സാധനമാണ്. അത് നമ്മൾ എത്ര പറഞ്ഞു തന്നിട്ടും കാര്യമില്ല. ചിലര് മാർക്കറ്റിൽ നമ്മൾ ഇരുന്നിപ്പം മാത്സ് പഠിക്കുവാണെങ്കിൽ നമ്മൾ ഫോർമുല ബൈ ഹാർട്ട് പഠിച്ചോണ്ട് കാര്യമില്ല. നമ്മൾ എന്താ പറയാ, ചെയ്ത് പഠിക്കണം. അതൊരു സ്പീഡാണ്. എന്നെ അത് ഹെൽപ്പ് ചെയ്തിട്ടുള്ള സ്പീഡ് ക്യൂബിംഗ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് അതിന്റെ ഫോർമുലാസ് പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യണം. എന്റെ ഫിംഗർ സ്പീഡ് ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്, അതൊക്കെ എന്നെ നല്ല ഹെൽപ്പ് ചെയ്യും. അതെ. അപ്പൊ നീ ലൂസിംഗ് സ്ട്രീക്കും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന എങ്ങനെയാണ്? സൈക്കോളജിക്കൽ സൈഡ് എനിക്കറിയാം. ഒരു ലൂസിംഗ് സ്ട്രീക്ക് എന്ന് പറയുമ്പോൾ ഇപ്പം ആസ് എ ഹ്യൂമൻ എന്നുള്ള രീതിയിൽ ഞാൻ സംസാരിക്കാം, ഹ്യൂമൻ ട്രേഡർ എന്നുള്ള രീതി സംസാരിക്കാം.
കണ്ടിന്യൂസ് ലൂസിങ് സ്ട്രീക്കിൽ പോയിക്കൊണ്ടിരിക്കും. ആദ്യം സമയത്തൊക്കെ ഈവൻ ദോ എനിക്ക് സെറ്റപ്പ് ഉണ്ട്, അതിനകത്ത് നല്ല വിന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ പോലും കണ്ടിന്യൂസ് ലൂസിങ് സ്ട്രീക്കിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ സെറ്റപ്പിന് ഞാൻ ഡൗട്ട് ചെയ്യാറുണ്ട്. ഏറ്റവും ആദ്യം ചെയ്യുന്നതാണ് ഞാൻ, എൻ്റെ സെറ്റപ്പ് ഇനിയും എന്തെങ്കിലും മാറ്റമായിട്ടാണോ അല്ലെങ്കിൽ മാർക്കറ്റ് ഇതെങ്ങനെ ഇത് സെറ്റപ്പിന്റെ ആ ഒരു തോട്ടിലേക്ക് എൻ്റെ മൈൻഡ് ഇപ്പോഴത്തെ എൻ്റെ തോട്ട് പ്രോസസ് എന്ന് പറയുന്നത് ലോസിങ് സ്ട്രീക്ക് ആണ്, അതിനെ ട്രസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. ട്രസ്റ്റ് ദ പ്രോസസ് എന്നുള്ളൊരു സംഭവമാണ്. ഇപ്പോൾ ആക്ച്വലി സത്യം ടു ബി ഓണസ്റ്റ് ഓപ്പൺ ആയിട്ട് പറയുന്നത് ഐ ഡോണ്ട് ഫീൽ എനിത്തിങ് ആക്ച്വലി. നീ അത് കാണുന്നേ ഇപ്പം ഒരു മാസമായിട്ട് ഈവൻ ഞാൻ ലോസ് ബുക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ രണ്ട് എക്സ്പ്രസ് ചെയ്യുന്ന രീതി ഡിഫറെൻ്റ് ആണ്. അപ്പം വെൻ ഐ ബുക്ക് ലോസ് ഐ ഫീൽ നത്തിങ് ടു ബി ഓണസ്റ്റ്. അത് ആ ഒരു ലെവലിലേക്ക് എത്തിപ്പെടാൻ കുറച്ച് പാടാണ്. റിസ്ക് മാനേജ്മെന്റ് ഫോളോ ചെയ്താണ് അങ്ങനെയാണ്. അതെ. പിന്നെ ഹൗ ഐ മാനേജ് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു പ്രോപ്പർ സിസ്റ്റം ഉണ്ട്. എനിക്കറിയാം എൻ്റെ ട്രേഡ് ഞാനൊരു ഇത്ര ട്രേഡ് എടുത്താൽ ഇത് കൂടുതൽ ലോസ് വരത്തില്ല. അപ്പോൾ ഈ സംതിങ് അങ്ങനെ എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അതൊന്നും നോക്കേണ്ട ആവശ്യമുണ്ട്. നീ റിസ്ക് മാനേജ്മെന്റ് ഉണ്ടല്ലോ, അതായത് നീ ഇത്ര മാക്സിമം ലോസ് വെക്കുന്ന സാധനം, ഇത് നീ എന്താ പറയാ സൈക്കോളജിക്കൽ പ്രഷർ കൊണ്ട് മാറ്റിയ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടില്ല. ഇപ്പൊ അങ്ങനെ ചെയ്തില്ല എന്ന് എനിക്കറിയാം. നീ മുന്നേ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? എന്താ ഈ പറയുന്ന 2 ട്രേഡ് 1% നീ ടോട്ടൽ റിസ്ക് ചെയ്യാന്ന് വിചാരിക്കുക. അപ്പൊ നീ അത് അച്ചീവ് ചെയ്തു. അപ്പൊ നീ അവിടുന്ന് ഒരു എന്താ പറയാ 1% നിനക്ക് ലോസ് ആയി. പിന്നെ അവിടുന്ന് ഒരു ഗാംബ്ലിംഗിലേക്ക് പോകാറുണ്ടായിരുന്നോ? ഇല്ല. നീ തുടക്കം തൊട്ടേ പക്കയായിട്ട് ഗുഡ് തിങ്. കാര്യം എനിക്ക് അറിയാവുന്ന ഒരു സംഭവം, ഞാൻ എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ ട്രേഡിങ്ങിലേക്ക് വരുമ്പോൾ തന്നെ എനിക്കറിയാം. ഞാൻ പറയാം ആദ്യമേ തന്നെ ഈ ബോളിഞ്ചർ ബാൻഡ് അത് ഇതെല്ലാം കളഞ്ഞിട്ട് വന്നു പറയുന്നത് എനിക്കൊരു സയന്റിഫിക് സൈഡ് വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്റ്റിൽ ലോസ് ആവുന്ന ഒരാളെ സംബന്ധിച്ച് ഈ പറയുന്ന ചിന്താഗതി ഒന്നുമേ കാണത്തില്ല അവിടെ. എങ്ങനെയെങ്കിലും ക്യാഷ് പോയ പൈസ ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോഴും അവിടെ പെട്ടെന്നൊരു ഇമോഷണൽ ഡിസിഷനേക്കാൾ ഉപരി റാഷണൽ തിങ്കിങ് ആണ് യൂട്ടിലൈസ് ചെയ്യുന്നത്. നീ റിവെഞ്ച് ട്രേഡ് ചെയ്യാറുണ്ടായിരുന്നു? ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട്. റിവെഞ്ച് ട്രേഡ് ഒന്നും ചെയ്യാതെ ആരും ഈ ലെവലെത്തത്തില്ല. ഞാൻ പോയ ക്യാഷ് എനിക്ക് തിരിച്ചു കിട്ടാതെ, ഞാൻ നേരത്തെ ഒരു എൻ്റെ ചാനലിൽ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഹൗ ഐ ഓവർകം മൈ ഓവർ ട്രേഡിംഗ് എന്ന് പറയുന്ന സംഭവം. എനിക്ക് എൻ്റെ ബാലൻസ് അത് ഈവൻ ദോ ഡ്രോ ഡൗണിൽ ഇപ്പം എൻ്റെ അക്കൗണ്ട് ഒരു $500 അല്ലെങ്കിൽ $1000 ലോസിൽ കിടക്കുവാണ്. പക്ഷേ എൻ്റെ സ്റ്റാർട്ടിങ് ബാലൻസിന് താഴെ ആടെ എനിക്ക് ക്ലോസ് ചെയ്യാൻ പറ്റത്തില്ല. ഈവൻ ഒരു $1 അപ്പായിരിക്കണം, അല്ലെങ്കിൽ എനിക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല. അപ്പം എങ്ങനെയെങ്കിലും ആ ക്യാഷ് തിരിച്ചുണ്ടാക്കണം, അതായിരുന്നു എൻ്റെ മൈൻഡ്. അപ്പം റിവെഞ്ച് ട്രേഡ് ചെയ്തിട്ടുണ്ടോ അഡാപ്റ്റ് ആയി മനസ്സിലാക്കി ഇതിൽ കാര്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഡൂയിങ് ദ സെയിം ഷീറ്റ് ഓവർ ആൻഡ് എക്സ്പെക്ടിങ് ഡിഫറെന്റ് റിസൾട്ട്. ഇമോഷൻ എന്നുള്ള കാര്യം മനസ്സിലായി. ലൈക്ക് ഇപ്പൊ എത്ര അക്കൗണ്ട് ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് സെയിം മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്റെ ജേണൽ എടുത്ത് നോക്കുമ്പോൾ ഈ സെയിം സാധനമാണല്ലോ ഞാൻ ഇന്നലെയും ചെയ്തത്, മെനഞ്ഞാന്നും ചെയ്ത സെയിം സാധനം, കഴിഞ്ഞ 3-4 ഫണ്ടോ കൊണ്ട് സെയിം ബ്ലോക്ക് ചെയ്ത് ഈ സെയിം സംഭവം വെച്ചിട്ടാണ്. ദെൻ വൈ ഐ എം ഡൂയിങ് ദ സെയിം ഷീറ്റ് ആൻഡ് എക്സ്പെക്ടിങ് ഡിഫറെന്റ് റിസൾട്ട് എന്നുള്ളൊരു സംഭവമാണ് എന്നെ മാറ്റി ചിന്തിച്ചത്. അപ്പൊ ഇപ്പോഴത്തെ സിനാരിയോയിൽ ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ജസ്റ്റ് എന്റെ സംഭവം കാണുക, ചെയ്യുക, ഇറങ്ങി പോകാന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ ഒരു ഗുഡ് സൈഡ് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈവൻ ദോ എത്ര ലോസ് വന്നാൽ പോലും അതിനെ ഒരിക്കലും സംശയിക്കാൻ നീ നിന്റെ സെറ്റപ്പിൽ ഇപ്പം കോൺഫിഡന്റ് ആണ്, 100% കോൺഫിഡന്റ്. ആ ഒരു സെറ്റപ്പ് ഉണ്ടായതുകൊണ്ടാണ് സസ്റ്റെയിൻ ചെയ്യുന്നത്. സെറ്റപ്പ് ഫോളോ ചെയ്യുക, അതിൽ വിശ്വസിക്കുക, ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കുക സെറ്റപ്പുമായിട്ട്, അതിൽ ട്രസ്റ്റ് ചെയ്യുക, ചീറ്റ് ചെയ്യാതിരിക്കുക, അത്രേ ഉള്ളൂ. ഇറ്റ്സ് വെരി ഹാർഡ്. നമ്മളെ ഈ പറയുന്ന പോലെ ഇപ്പം ഞാൻ ഈ 1 മിനിറ്റിൽ ഈ സംഭവം പറഞ്ഞു തീർത്ത്, അതായത് ഞാൻ ജസ്റ്റ് എന്റെ സെറ്റപ്പ് 4 വർഷത്തെ കാര്യമാണ് അത് നിങ്ങൾ ചിന്തിക്കണം. ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടില്ലാത്ത അക്കൗണ്ട് ഇല്ല. ഞാൻ എത്രത്തോളം അക്കൗണ്ട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് അറിയാം, എത്രത്തോളം അക്കൗണ്ട് വാഷ് ഔട്ട് ചെയ്തിട്ടുണ്ട്, എത്രത്തോളം പൈസ മാർക്കറ്റ് ഫ്ലണ്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അറിയാം. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരാളൊരു എത്തിപ്പെടത്തുള്ളൂ. അത് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരു 1 മന്ത് 2 മന്ത് കൊണ്ട് നിങ്ങൾ ക്ലിക്ക് ആയെന്നുള്ളത്. പക്ഷെ അതല്ല, ഞാൻ പറയുന്ന ഒരു കൺസിസ്റ്റന്റ് ബേസ് ട്രേഡറായിട്ട് പോകുന്ന ഒരാളെ സംബന്ധിച്ചുള്ള കാര്യമാണ് പറയുന്നത്. മാർക്കറ്റിൽ പൈസ ഞാൻ നല്ലപോലെ ഉണ്ടാക്കിയിട്ടുണ്ട്, അതേപോലെ കളഞ്ഞിട്ടുണ്ട്. സോ ഓൾ ദ വേ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അപ്പാണോ ഡൗൺ ആണോ ബ്രേക്ക് ഈവൻ ആണോ എന്നുള്ളൊരു തോട്ടാണ് വേണ്ടത്. ബിഗിനേഴ്സ് ലക്ക് എന്ന് പറയുന്ന ഒരു റിയൽ തിങ് അല്ലേ? നിനക്ക് എന്താ പറയാനുള്ളതിനെ പറ്റി? അതൊരു സംഭവം നിങ്ങൾക്ക് കിട്ടും. ഞാൻ സത്യം പറയാലോ, നിങ്ങൾ ഒന്നും അറിയാത്ത ഒരാളാണെങ്കിൽ പോലും ഇതില്ല അതുപോലെ ലൈക്ക് ഈ ജിമ്മിലായിട്ട് പുതുതായിട്ട് ജോയിൻ ചെയ്യുന്നവർക്ക് ന്യൂബി ഗെയിൻസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. പുതുതായിട്ട് ജസ്റ്റ് വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ അവർ പെട്ടെന്ന് അവരുടെ ബോഡി അഡാപ്റ്റ് ആയി ചെറുതായിട്ട് മസിൽസ് ഒക്കെ കാണിച്ചു തുടങ്ങും. അതേപോലെ മാർക്കറ്റിലോട്ട് വരുന്ന ആൾക്കാർ ജസ്റ്റ് നിങ്ങൾ വന്ന് എന്തെങ്കിലുമൊക്കെ പഠിച്ച് ചെയ്ത് തുടങ്ങുമ്പോഴേ നിങ്ങൾ അതിനകത്ത് റിസൾട്ട് കണ്ടു തുടങ്ങും. അത് ആ ഒരു സാധനം നിങ്ങളെ ഈ മാർക്കറ്റിലേക്ക് നിൽക്കാനുള്ള സസ്റ്റൈനബിലിറ്റി നിങ്ങൾക്ക് തരുവാണ്. ഈ സാധനം നിങ്ങൾ വൺസ് നിങ്ങൾ ഫയർ കിട്ടുന്നു. അപ്പൊ പിന്നീട് നിങ്ങൾ ഈ സാധനം കണ്ടിന്യൂ ചെയ്യും. അത് നിങ്ങൾ റോങ് ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ, അതാ ഞാൻ ആദ്യമേ പറയുന്ന ഒരു ഗാംബ്ലിംഗ് രീതിയിലാണ് മുമ്പോട്ട് പോകുന്നതെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഗാംബ്ലിംഗ് ഗിവ് അപ്പ് ചെയ്യാൻ ഭയങ്കര പാടാണ്. പിന്നെ നീ ഇപ്പം അത്യാവശ്യം നല്ല ഡിസിപ്ലിൻഡ് ആയിട്ട് ചെയ്യുന്നത്. ഞങ്ങളിപ്പം 1 മാസമായിട്ട് ഞങ്ങളിപ്പം ഒരു അപ്പാർട്ട്മെൻറ്റ് റെൻറ്റ് ചെയ്ത് നമ്മൾ ഒരുമിച്ചിരുന്ന ട്രേഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. അപ്പം ഡെയിലി ഞങ്ങൾ ട്രേഡിങ്ങും ഇവൻ്റെ ഇമോഷൻസും ഇവൻ ട്രേഡ് ഹാൻഡിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കാണുന്നത്. അപ്പോൾ ഇവൻ വൃത്തിയായിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പം നിൻ്റെ എന്ത് ഹാബിറ്റ്സാണ് നിന്നെ അതിൽ
പിടിച്ചു നിർത്തുന്നത്. കാരണം ഡിസിപ്ലിൻഡ് ആയിട്ട് പോകുമ്പോൾ ഒബ്വിയസ്ലി നിന്റെ ഡീമൻസ് നിന്നോട് പറയുന്നുണ്ടാവും ഇന്ന് വേണ്ട, നാളെ മതി, ഓക്കെ, അല്ലെങ്കിൽ ഇന്നിപ്പോൾ അതല്ലേ, എന്തെങ്കിലും റീസൺ. നമ്മളിങ്ങനെ നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമല്ലോ നമ്മൾ എങ്ങനെയെങ്കിലും എന്താ പറയുക ഉടായ്പ് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നീ എങ്ങനെയായാലും സസ്റ്റെയിൻ ചെയ്യുന്നത്? നിന്റെ എന്ത് ഹാബിറ്റ്സാണ് നിന്നെ അതിൽ പിടിച്ചു നിർത്തുന്നത്? ഞാനൊരു കാര്യം തുടക്കം പറയട്ടെ, ഈ പറയുന്ന സംഭവങ്ങളെല്ലാം എൻ്റെ ഉള്ളിൽ ഉണ്ടാവാറുണ്ട്. അതായത് ഈ പറയുന്ന ഇമോഷൻസ് ഓവർ ട്രേഡ് ചെയ്യാൻ ഇപ്പോഴും ഈ കഴിഞ്ഞ ആഴ്ചത്തെ മാർക്കറ്റ് കണ്ടീഷനിലും എനിക്ക് ഓവർ ട്രേഡ് ചെയ്യാനും എല്ലാ സംഭവങ്ങളും തോന്നി. പക്ഷെ ഹൗ ഐ മാനേജ്, ഇപ്പം നീ ചോദിച്ച പോലെ ഹൗ ഐ മാനേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യം, എനിക്ക് ഒരു ഉറപ്പുള്ള ഒരു ട്രസ്റ്റ് കീപ്പ് ചെയ്യുന്ന ഒരു സാധനം ഉണ്ട്. അപ്പോൾ എനിക്കറിയാം ഇത് സാധനം ഞാൻ ഇങ്ങനെ മാർക്കറ്റ് കണ്ടീഷൻ ആണെങ്കിലും ലോസിങ് സ്ട്രീക്ക് ആണെങ്കിലും തിരിച്ച് വരും എന്നുള്ളത്. ബട്ട് സ്റ്റിൽ ലോസ് ആയി കഴിഞ്ഞാൽ മാർക്കറ്റ് ചില സിനാരിയോസ്, ചില ഓപ്പൺ ആയിട്ട് ഞാൻ പറയാം, സം ടൈംസ് നമുക്ക് നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാർക്കറ്റിൽ നിന്ന് എണീറ്റുക എന്നുള്ളതാണ് ഏറ്റവും ഫസ്റ്റ് തിങ്. നമുക്ക് ആ ഒരു പ്രോക്കാസ്റ്റിനേഷൻ വേണം. നമുക്ക് ആ മാർക്കറ്റിൽ നിന്ന് എണീറ്റ് പോകാൻ കഴിയാവുന്ന ഒരു സംഭവമാണ് ആദ്യമേ നമുക്ക് ബിൽഡ് ചെയ്യേണ്ട ഒരു സാധനം. അതാണ് ഞാൻ ആദ്യം എബിലിറ്റി ബിൽഡ് ചെയ്ത്. പിന്നീട് മാർക്കറ്റ് വന്നിരുന്ന് മാർക്കറ്റിൽ ഉണ്ടെങ്കിൽ പോലും ട്രേഡ് എടുക്കരുത്, മാർക്കറ്റിനെ വാച്ച് ചെയ്യുക എന്നുള്ള ലെവലിലേക്ക് എത്തി. പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മെൻറ്റർഷിപ്പാണ്. കാര്യം ഞാനിപ്പം ഇത്രയും പേർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരാളാണ്. അതേപോലെ അവരുടെ കൂടെ ഇരുന്ന് എല്ലാ ദിവസവും ലൈവ്, നീ കാണുന്നതല്ലേ, ലൈവ് ട്രേഡ് ചെയ്യുന്ന ഒരാളാണ്, റെസ്പോൺസിബിൾ ആണ്. അപ്പം ഐ ഷുഡ് ബി എൻ്റെ സംഭവത്തിൽ ഞാൻ ചെയ്യുന്നത് പക്കയാണെങ്കിൽ മാത്രമേ എനിക്ക് ഒരാൾക്ക് അത് പറഞ്ഞു കൊടുക്കാൻ കഴിയുള്ളൂ. ആ റെസ്പോൺസിബിലിറ്റി എൻ്റെ ഉള്ളിൽ വന്നുകൊണ്ടാണ് മേ ബി ഞാൻ ഇത്രയും ഡിസിപ്ലിൻഡ് ആയത് ഇൻ സ്പാൻ ഓഫ് ടൈമിൽ. അതൊരു നല്ല കാര്യമാണ്. കാരണം ഞാനും ലൈവ് ട്രേഡ് ചെയ്യാൻ തുടങ്ങിയപ്പം എൻ്റെ ട്രേഡ്സ് ഒക്കെ നല്ലപോലെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. എൻ്റെ RR കൂടിയിട്ടുണ്ട്, വിൻ റേറ്റ് കൂടി. പിന്നെ എന്താ പറയുക, സത്യം പറഞ്ഞാൽ അതിനുശേഷം ഞാൻ ലോസ് ബുക്ക് ചെയ്തിട്ടില്ല ഉള്ള കാര്യം പറഞ്ഞു. മാർക്കറ്റിന്റെ ആവശ്യമില്ലാത്ത സമയത്ത് മാറിയിരിക്കുന്നുണ്ട്, അതെനിക്ക് പറ്റുന്നുണ്ട്. എനിക്ക് എന്താ പറയുക, അല്ലാത്ത സമയത്താണ് ഞാൻ എന്നെ തന്നെ കൺവിൻസ് ചെയ്ത് ലൈക്ക് ഒരു 9:30 ആകുമ്പോൾ ഞാൻ ചാർട്ടിന് വല്ലതും ഉണ്ടാവും, അതങ്ങനെ ആയിരുന്നു. പക്ഷെ ഇപ്പം എനിക്കത് ഓക്കെ വേണ്ട, നാളെ മാർക്കറ്റ് ഉണ്ട്, അല്ലെങ്കിൽ അടുത്ത ആഴ്ച മാർക്കറ്റ് ഉണ്ട്, അപ്പോൾ ചെയ്താൽ മതി. ലൈക്ക് എന്നെ മാറ്റിമറിച്ചൊരു തോട്ട് പ്രോസസ് എന്താ, ഞാൻ നിന്നോട് വരുമ്പോഴും പറഞ്ഞ കാര്യം ഇതാ. ലൈക്ക് ഇപ്പം ഒരു നാസ്ഡാക്ക് ട്രേഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാൾക്കൊരു എന്താ പറയുക, ഒരു 3% വീക്ക്ലി ടാർഗറ്റ്, അതായത് ഒരു $50,000 വെച്ചിട്ട് വീക്കിലി നിങ്ങൾ $1,500 മാത്രം ഉണ്ടാക്കാമെന്ന് വിചാരിക്കുക. അതായത് ട്രേഡ് ചെയ്യുന്ന ഒരു നാസ്ഡാക്കിൻ ലൈക്ക് ഫ്യൂച്ചേഴ്സിൽ 50K അക്കൗണ്ട് ഒരു ഇതെല്ലാവരും ചെയ്തിട്ടുണ്ടാവും. ലൈക്ക് ഫ്യൂച്ചേഴ്സ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവർക്ക് മനസ്സിലാവും $1,500 ഉണ്ടാക്കുക എന്ന് പറയുന്നത് സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു വീക്കിലി ഒരു ട്രേഡ്, അത് നിങ്ങൾ 1,500 ലൈക്ക് 1 or 2 ട്രേഡ്, അത് നിങ്ങൾ ട്രേഡിംഗ് സ്റ്റൈൽ എങ്ങനെയാണെന്നല്ലോ വെച്ചിട്ട് വീക്കിലി 1,500 ബുക്ക് ചെയ്യാം, മാസം 4 ട്രേഡ് അല്ലെങ്കിൽ $6,000. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അത് മതി ഒരാൾക്ക് ജീവിക്കാൻ ഇവിടെ. ലൈക്ക് അടിപൊളിയായിട്ട് ജീവിക്കുക, അതിൻ്റെ ആവശ്യമുള്ളൂ. നമ്മൾ ഈ ഫണ്ടഡ് അക്കൗണ്ടിൻ്റെ ലൂപ്പിൽ കിടന്നിട്ട് എന്താ പറയുക, ഈ 1,500 ഉണ്ടാക്കി അതൊന്നും പോരാ. ലൈക്ക് എന്താ പറയുക, ഇത് എങ്ങനെയെങ്കിലും പാസ്സാവണം, ഏറ്റവും മാക്സിമം പേ ഔട്ട് എടുക്കണം. ആ ലൂപ്പിൽ കെട്ടി ഇങ്ങനെ കളിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ഗ്രോത്ത് പോലും, ലൈക്ക് ആനയുടെ വലിപ്പം അറിയില്ല എന്ന് പറയുന്ന പോലെ നമ്മുടെ ഗ്രോത്ത് പോലും റിയലൈസ് ചെയ്യാത്തത്. അപ്പം ഞാൻ അങ്ങനെ ചിന്തിച്ചു തുടങ്ങിയപ്പം എന്താ പറയുക, ആഴ്ചയിൽ 1 ട്രേഡ്, മാസത്തിൽ 4 ട്രേഡ്, അത് മതി എനിക്ക് ജീവിക്കാൻ. അങ്ങനെ ഞാൻ ചിന്തിച്ചു തുടങ്ങിയപ്പോൾ എന്താ പറയുക, ലൈക്ക് എനിക്ക് ദിവസം എന്താ പറയുക, ഇപ്പം ഒരു ദിവസം മാറി നിൽക്കുകയാണെങ്കിൽ എനിക്ക് പ്രശ്നമില്ല, 2 ദിവസം മാറി നിൽക്കുകയാണെങ്കിൽ എനിക്ക് പ്രശ്നമില്ല, ദിവസം ഒരു ട്രേഡ് എടുത്തിട്ട് അത് SL ആണ് ഇറങ്ങി പോകുന്നതിന് എനിക്ക് പ്രശ്നമില്ല. ലൈക്ക് എനിക്കറിയാം നാളെ ഉണ്ട്, എൻ്റെ സെറ്റപ്പ് എനിക്കറിയാം, സെറ്റപ്പ് പക്കയായിട്ട് വർക്ക് ചെയ്യും, അതിൻ്റെ വിൻ റേറ്റ് എന്താ, അത് ഞാൻ മാർക്കറ്റിൽ 4 വർഷമായിട്ട് പ്ലേ ചെയ്യുന്നത് കണ്ടുകൊണ്ടിരിക്കുക, അതെനിക്ക് റിസൾട്ട് തരുന്നുള്ള സ്ഥാനത്തിൽ ഞാൻ ഉറപ്പാണ്. പക്ഷേ എൻ്റെ ഇമോഷണൽ കാര്യങ്ങൾ കൊണ്ടാണ് എനിക്ക് അതിൽ എന്താ പറയുക പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അത് നേരിടേണ്ടി വന്നത്. അപ്പം ഞാൻ ഈ സംഭവം റിയലൈസ് ചെയ്തപ്പം ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇതൊക്കെ ചുമ്മാ ഡ്രാമയാണ്. ഫണ്ട് അക്കൗണ്ട്സ് നമുക്ക് ആ ലൂപ്പിൽ നിൽക്കാൻ വേണ്ടി അവർ ഈ റൂൾസും റെഗുലേഷൻസും ഉണ്ടാക്കി നമ്മളെ നിർത്തുന്ന കാരണങ്ങളാണ്. അല്ലെങ്കിൽ നിനക്കത് ഫീൽ ചെയ്തിട്ടുണ്ടാവല്ലോ? ഞാനത് ആദ്യമേ പറഞ്ഞത്, ലൈക്ക് ഇപ്പം ഞാൻ ഈ പേഴ്സണൽ ഫണ്ട് ട്രേഡ് ചെയ്യുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ലൈക്ക് ഞാൻ ട്രേഡിങ് ക്വിറ്റ് ചെയ്യേണ്ട സമയമായി. അങ്ങനെയാണ് ഞാൻ പറയും. കാര്യം അതേപോലെ ഫണ്ടഡ് അക്കൗണ്ട്സ് പാസ്സാക്കിയിട്ടുണ്ട്, അത്രയും പ്രോഫിറ്റ് ടാർഗറ്റ് ഇങ്ങനെ മന്ത്ലി ഹിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഈവൻ ഒരു $50,000 അക്കൗണ്ട് ആണെങ്കിൽ പോലും $3,000 വിത്തിൻ 2-3 ഡേയ്സിൽ അത് ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഒരു 3-4-5 ഫണ്ടഡ് അക്കൗണ്ട് ഒക്കെ ഞാൻ ഒരു 4 ഫണ്ടഡ് അക്കൗണ്ട് ഒറ്റയടിക്ക് ഞാൻ പാസ്സാക്കിയിട്ടുണ്ട്, മൈ ഫണ്ട് ഫീച്ചേഴ്സ് മന്ത്ലി 1 മന്തിൽ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ തന്നെ 4 എന്ന് പറയുമ്പോൾ തന്നെ അത്രയും പൈസ $12,000. അപ്പം എനിക്ക് അതിന്റെ പൊട്ടൻഷ്യൽ നല്ല വിശ്വാസമുണ്ട്. നമ്മളിപ്പം എന്താ പറയാ, ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ട് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും എന്നുള്ള സംഭവം ഉള്ളതുകൊണ്ടാണ് അന്നന്ന് എടുക്കുന്ന സാധനം അന്നന്ന് എടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിൽ നമ്മൾ നിൽക്കുകയാണെങ്കിൽ, അതായത് നാസ്ഡാക്ക് അങ്ങനെ ട്രേഡ് ചെയ്യണമെങ്കിൽ നല്ല ക്യാപിറ്റൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഓഫ് ഓൾ വേണം. പക്ഷെ ആ ഒരു പൊസിഷനിലാണ് നമ്മൾ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഡ്രാമേൻ്റെ ഒന്നും ആവശ്യമില്ല, ദിവസം $1,000 ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പോരെ. ഇതിപ്പം നിങ്ങൾ ഫോറക്സ് ട്രേഡ് ചെയ്യുന്നവരാണ്, നിങ്ങൾ വേണം ചിന്തിക്കുക $1,000 $1,500. നിങ്ങൾ അങ്ങനെയല്ല, നിങ്ങൾ ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുന്നവരാണ്, നിങ്ങൾക്ക് മനസ്സിലാവും നാസ്ഡാക്കിന്റെ പൊട്ടൻഷ്യൽ എന്താണ്.
ഒറ്റ സ്വിങ്ങിൽ നിങ്ങൾക്ക് കിട്ടും ഈ പറയുന്ന സാധനം, ഏറ്റവും മിനിമം റിസ്ക് വെച്ചിട്ട്. അത് മിനി ട്രേഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈ $1000 എന്ന് പറയുന്നത് ജസ്റ്റ് 50 ഹാൻഡിൽസ്, അത്രേ ഉള്ളൂ. മാർക്കറ്റ് ഓപ്പണിൽ 1 മിനിറ്റ് ക്യാൻഡിൽ 100 ഹാൻഡിൽസ് മൂവ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, അതിൽ കൂടുതൽ മൂവ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, 500 ഹാൻഡിൽ മൂവ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം നാസ്ഡാക്ക് എന്ന് പറയുന്നത് അത്രയും എന്താ പറയുക, അത്രയും വലിയൊരു അസറ്റാണത്. അത് വലിയൊരു അസറ്റ് ക്ലാസ്, S&P ആണെങ്കിലും നാസ്ഡാക്ക് ആണെങ്കിലും. അപ്പോൾ അതിൽ കളിക്കുന്ന ഒരാളെ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. സോ ഐ എം നോട്ട് സേയിങ് ദാറ്റ് $1500 ചെറിയൊരു എമൗണ്ട് ആണെന്നല്ല ഞാൻ പറയുന്നത്. എന്താ പറയുക, അതൊരു കാര്യം, ഇറ്റ് ഈസ് ഈസിലി ഡുവബിൾ എന്നൊന്നും അല്ല പറയുന്നത്, അങ്ങനെയും ബട്ട് ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. ലോസ് ചെയ്യാനും ഇതുപോലെ തന്നെയാണ് കേട്ടോ, ഒറ്റ സെക്കൻഡിൽ കണ്ടു തുറക്കുമ്പോഴത്തേക്ക് പോകുന്നേ ഉള്ളൂ. അപ്പോൾ അത്രയും റിസ്ക് ഉണ്ട് അതിൻ്റെ അകത്ത്. പിന്നെ എനിക്ക് അറിയേണ്ട നിൻ്റെ ട്രേഡിംഗ് സിസ്റ്റത്തിനെ പറ്റി, അതായത് ട്രേഡിംഗ് മോഡൽ എന്നുള്ള കാര്യം നമ്മളിപ്പോൾ സംസാരിച്ചു. അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താ പറയുക, അതിൽ ട്രസ്റ്റ് ചെയ്യേണ്ട കാര്യം, ഡിസിപ്ലിൻ വരുത്തേണ്ട കാര്യം, കൺസിസ്റ്റൻ്റ് നിൽക്കേണ്ട കാര്യമൊക്കെ നമ്മൾ സംസാരിച്ചു. ഇനി എനിക്ക് അറിയേണ്ടത് നിൻ്റെ ഓവറോൾ സിസ്റ്റത്തിനെ പറ്റിയാണ്. അതായത് അതിന് ലൈക്ക് ഞാൻ മനസ്സിലാക്കിയത്തോളം അതിനാരും അത്ര ഫോക്കസ് ചെയ്യുന്നില്ല, ലൈക്ക് അതിന് വേണ്ടത്ര ആരും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. എല്ലാവരും ട്രേഡിംഗ് സിസ്റ്റം, ഒരു മോഡൽ, എൻട്രി മോഡൽ, ഇതൊക്കെ ആൾക്കാർ ചോദിക്കുന്ന സാധനം. ലൈക്ക് എൻട്രി മോഡൽ എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ട്രേഡിംഗ് സിസ്റ്റത്തിൽ ഏറ്റവും വെയിറ്റേജ് കുറഞ്ഞൊരു സംഭവം, അതായത് ജസ്റ്റ് എൻ്റർ ചെയ്യുക എന്നുള്ളൊരു കാര്യം മാത്രമേ അതിൻ്റെ അകത്തുള്ളൂ. പിന്നെ മോഡൽ എന്ന് പറഞ്ഞാണെങ്കിൽ നിങ്ങൾ ആ ചാർട്ടിൻ്റെ മുന്നിൽ ഇരിക്കുന്ന ആ ഒരു സമയം നിങ്ങൾ എങ്ങനെ ഡിസിപ്ലിൻ ചെയ്യുന്നു എന്നുള്ളൊരു കാര്യമുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള നിങ്ങളുണ്ട്, അത് നിങ്ങൾ എന്താ പറയുക, ഒരു ലൈക്ക് ഇഫ് യു ഡോണ്ട് ചാർട്ട് ദാറ്റ്, ഇഫ് യു ഡോണ്ട് എന്താ പറയുക ഡിസിപ്ലിൻഡ് ആക്കിയിട്ടില്ലെങ്കിൽ അത് നിങ്ങൾക്ക് എന്താ പറയുക ട്രേഡിങ്ങിൽ നിങ്ങളെ എഫക്റ്റ് ചെയ്യും. അപ്പം നീ ഇതിന് അഗ്രി ചെയ്യുന്നില്ലേ? ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ട്രേഡേഴ്സിൻ്റെ ഡേ ഇൻ ലൈഫോ അല്ലെങ്കിൽ അങ്ങനെ എന്ത് കണ്ടാലും, അല്ലെങ്കിൽ ഒരു 1 hour 2 hour വീഡിയോസ് നിങ്ങൾ ആ ട്രേഡറിനെ കണ്ടാലും, ബാക്കിയുള്ള 22 മണിക്കൂർ അയാൾ എങ്ങനെ സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾ കാണുന്നില്ല. ഇപ്പം ഞങ്ങളിരുന്ന് ഇവിടെ സംസാരിക്കുന്നു, ഇനിയിപ്പോൾ ഞങ്ങൾ ചിലപ്പോൾ 1 മണിക്കൂർ സംസാരിക്കുന്നുണ്ടാവും, ബാക്കിയുള്ള 23 hours ഞങ്ങൾ എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യുന്നത്, അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഒരു ട്രേഡർ. കാര്യം അതാണ് സിസ്റ്റം. അതാണ് സിസ്റ്റമിലേക്ക് നീ എങ്ങനെ ലൈക്ക് എന്തൊക്കെ കാര്യം ഉൾക്കൊള്ളിച്ചാണ് നീ അത് ഡെവലപ്പ് ചെയ്തത്? ലൈക്ക് നീ എങ്ങനെയാണ് ഒരു സിസ്റ്റത്തിലേക്ക് എത്തിയത്, ഇതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി? ലൈക്ക് ഞാൻ മാനിറ്ററി ആയിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എനിക്ക് തോന്നിയ കാര്യം, ഞാൻ എപ്പോഴും എൻഗേജ് ആയിരിക്കണം എന്നൊരു തോട്ട് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. എനിക്കിപ്പോ ഒന്നും ചെയ്യാനില്ല, വെറുതെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ചുമ്മാ ഓരോ കാര്യങ്ങൾ ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിന്റെ മെന്റർഷിപ്പ് ആയാലും അല്ലെങ്കിൽ ഈ യൂട്യൂബ് ചാനലായാലും എൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലായാലും ഞാൻ മുമ്പോട്ട് കൊണ്ടുവന്ന തന്നെ എനിക്ക് ടൈം പാസിന് വേണ്ടിയിട്ട്, അല്ലാതെ ഐ എം നോട്ട് എക്സ്പെക്ടിങ് ടൈം പാസ് എന്ന് പറയാൻ മെന്റർഷിപ്പ് കഴിച്ചു. ബാക്കി ഈ 2 സോഷ്യൽ മീഡിയ സംഭവങ്ങൾ മറ്റേ ഞാൻ റെസ്പോൺസിബിൾ ആയിട്ട് ചെയ്യുന്ന കാര്യമാണ്. ഈ യൂട്യൂബ് ചെയ്യുന്നതാണെങ്കിൽ ഇതെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻഗേജ് ആയിരിക്കുക. ഇപ്പൊ തന്നെ നീ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് കുറച്ച് ഒരാഴ്ച എന്തോ ആയിട്ടുള്ളൂ, ഇപ്പൊ തന്നെ നീ ചിന്തിച്ചോണ്ടിരിക്കുക അടുത്ത് നീ എന്തോ കണ്ടന്റ് ഇടണം, അല്ലെ എന്തിനെ പറ്റി സംസാരിക്കും. ഞാൻ ഓൾവേസ് ഇതിന്റെ അകത്താണ് ഞാൻ ലൈക്ക് മുൻപ് ഞാൻ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ 9:30 ഓപ്പൺ ആവും, ട്രേഡ് ചെയ്യണം, ഇന്ന് പ്രോഫിറ്റ് ആയിരിക്കും ലോസ് ആയിരിക്കും, ഇന്ന് ഞാൻ ചെയ്യണോ വേണ്ടയോ, ലൈക്ക് എവറിത്തിങ് ട്രേഡിങ് എന്നുള്ള സാധനമായിരുന്നു എൻ്റെ മൈൻഡിൽ. ഇപ്പം എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ ആകുമ്പോൾ അതിനെപ്പറ്റി ചിന്തിച്ചാൽ മതി, അത്രേ ഉള്ളൂ. എനിക്ക് പ്രത്യേകിച്ച് ഇപ്പം ഞാൻ ഫ്രീയാണ്. എൻ്റെ മൈൻഡിൽ ഇപ്പം വേറെ കുറേ കാര്യങ്ങളുണ്ട്, അതായത് യൂട്യൂബ് ചാനൽ നോക്കണം, കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണം, എന്ത് ചെയ്യും, ലൈക്ക് എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ സംഭവം. പിന്നെ ലൈവ് ടൈപ്പ് റീഡ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു എന്നെ എഫക്ട് ചെയ്യുന്ന സാധനം, ലൈക്ക് ഭയങ്കര പോസിറ്റീവായിട്ട് എനിക്ക് ആ സാധനം കിട്ടുന്നത്. ഞാൻ ഭയങ്കര റെസ്പോൺസിബിൾ ആയിട്ട് ട്രേഡ് ചെയ്യുന്ന പോലെ ഉണ്ട്. അപ്പം അങ്ങനെ കുറേ സംഭവമുണ്ട്. പിന്നെ സിസ്റ്റം എന്ന് ഉദ്ദേശിക്കുന്നത് ഇത് മാത്രമല്ല. ഇപ്പം എനിക്കാണെങ്കിൽ ഇപ്പം ഞാൻ വായിക്കുന്ന ആളാണ്, ഞാൻ വായിക്കും, പിന്നെ രാവിലെ ഞാൻ നടക്കാൻ പോകും, പിന്നെ ഹെൽത്തി ഫുഡ് കഴിക്കും, അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പം ബിജിനാണെങ്കിലും അവൻ്റെ ലൈഫിൽ ചെയ്യുന്ന എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ലൈക്ക് ഇപ്പം ഞാനിപ്പം ജിമ്മിലേക്ക് പോകാൻ തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പം ജിമ്മ് പോകാന്ന് പറയുമ്പോൾ ഞാൻ ചുമ്മാ ജസ്റ്റ് ജിമ്മിൽ പോകാന്നുള്ളതല്ല, ഞാൻ ഓൾമോസ്റ്റ് ഞാൻ പവർ ലിഫ്റ്ററാണ്. നോർമലി ഹൈപ്പർട്രോഫി വർക്കൗട്ടിനേക്കാളും ഞാൻ സ്ട്രെങ്ത് ട്രെയിനറാണ്. അപ്പോൾ എൻ്റെ വർക്കൗട്ട് എന്ന് പറയുന്നത് അത്ര ഹെക്റ്റിക് ആയിരിക്കും. അപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല റെസ്റ്റ് വേണം. അപ്പോൾ ഉറങ്ങാൻ തന്നെ ഞാൻ അത്യാവശ്യം ടൈം കൊടുക്കും. രണ്ടാമത്തെ കാര്യം, എൻ്റെ ഫുഡ് ഞാൻ തന്നെ പ്രിപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഫുഡ് കുക്ക് ചെയ്യാൻ വേണ്ടി ടൈം കൊടുക്കും. ഇങ്ങനെ കുറേ കാര്യങ്ങൾ തന്നെ ഞാൻ ലൈക്ക് എൻ്റെ ഡെയിലി റുട്ടീനിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ബോറടിക്കുക അല്ലെ എന്തെങ്കിലും കാര്യം ചെയ്യാതിരിക്കുക എന്നൊരു സംഭവത്തിലേക്ക് അതെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അല്ലെങ്കിൽ എനിക്കറിയാം ഇത് എല്ലാവർക്കും വരുന്ന തോട്ടാണ് 9:30 ഓപ്പൺ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക, മാർക്കറ്റിലേക്ക് വരിക. 2 ദിവസം മുന്നേ, ഒരാഴ്ച മുന്നേ നമ്മളെ വിളിച്ചവനില്ലേ, എൻ്റെ ഫുൾ ടൈം അവൻ ചാർട്ടിന്റെ ഫ്രണ്ടിലാണ്. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞ ഒരു കാര്യമാണ്, നീ എൻഗേജ്, ഡു സംതിങ് എൽസ്, ഗോ സംവെയർ ആൻഡ് ടോക്ക് എന്നുള്ളൊരു സംഭവം. ഓക്കെ. പിന്നെ ഒരു ആസ് എ ബിഗിനർ എന്ന് പറഞ്ഞ ഒരാൾ ഇപ്പോൾ മാർക്കറ്റിലോട്ട് വരികയെന്ന് വിചാരിക്കുക, അപ്പോൾ അയാൾക്ക് കൊടുക്കാൻ പറ്റിയ അഡ്വൈസ് എന്താ നിനക്ക്? ലൈക്ക് നീ ചെയ്ത മിസ്റ്റേക്സും കാര്യങ്ങളും, ലൈക്ക് നീ ഇപ്പം ഫസ്റ്റ് ആയിട്ട് തുടങ്ങാന്ന് വിചാരിക്കുക, ലൈക്ക് ലെവൽ 0 തുടങ്ങുന്ന ഒരാളാണെങ്കിൽ നീ എന്തൊക്കെ കാര്യങ്ങളാണ് മാറ്റി വെക്കുക ഇതിൻ്റെ അകത്ത്?
ഒന്നാമത്തെ കാര്യം ഞാൻ മാറ്റി വെക്കുന്നതെന്ന് പറയുന്നത് ട്രേഡ് ചെയ്യാന്ന് പറയുന്ന പ്രോസസ്സാണ്. ട്രേഡ് ചെയ്യരുത്. ഇഫ് യു ആർ എ ബിഗിനർ ഡോണ്ട് ട്രേഡ്. ഞാൻ അത് എന്താ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യരുത് പ്ലീസ്. ഞാൻ പറഞ്ഞു തരാം, ഫുൾ കംപ്ലീറ്റ് ചെയ്യാം. നിങ്ങൾ മാർക്കറ്റിലേക്ക് വരുന്നെങ്കിൽ നിങ്ങൾ മാക്സിമം നോളജ് കളക്ട് ചെയ്യുക. എന്താണ് മാർക്കറ്റ് എന്ന് സ്റ്റഡി ചെയ്യുക, എന്താണ് ഹ്യൂമൻ ഇമോഷൻ എന്ന് പഠിക്കുക, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് പഠിക്കുക. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു സാധനമാണ്. അല്ലാതെ ഈ ഒരു സ്റ്റഡി നിങ്ങൾ അവിടെ ഇവിടെയും കാണുന്ന ഒരു യൂട്യൂബ് ചാനലിൽ കണ്ടിട്ടോ അല്ലെങ്കിൽ ഇപ്പം ഈവൻ ICTയുടെ ചാനലിൽ പോയി കണ്ടിട്ടോ അല്ലെങ്കിൽ നേരെ പോയിട്ട് ഫണ്ട് ലോഡ് ചെയ്ത് ട്രേഡ് ചെയ്യുകയല്ല ചെയ്യേണ്ടത്. നിങ്ങൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിനെ പറ്റി പഠിക്കുക. എങ്ങനെയാണ് ആക്ച്വലി മാർക്കറ്റിൽ മണി വരുന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത്, ഈ കാര്യങ്ങളെ പറ്റി എല്ലാം പഠിക്കുക. ഒരു ബിഗിനർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും കാര്യം ഇൻവെസ്റ്റ് ഓൺ യുവർ ഇൻവെസ്റ്റ് ടൈം ആൻഡ് മണി ഓൺ യുവർ ലേണിംഗ് പ്രോസസ്സ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം. കാര്യം നോളജ് ഇല്ലാത്തതാണ് എല്ലാവരും കുഴപ്പം. അതാണ് കാര്യം. കുറച്ചൊക്കെ മാർക്കറ്റിനെ പറ്റി നോളജ് വരുമ്പോഴും നമ്മൾ കുറേയൊക്കെ സ്കാമിൽ നിന്ന് മാറി നിൽക്കും. അത് ഏറ്റവും വലിയൊരു കാര്യമാണ്. മാർക്കറ്റ് ഇങ്ങനെയാണ്, അല്ലെ ഇതിന് ബിഹേവിയർ ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് ദ മാർക്കറ്റ്. സംടൈംസ് ഇത് നമ്മളെ മാത്രം കുഴപ്പമായിരിക്കാം. അപ്പോൾ നമുക്കിനി വേറെ നമ്മൾ മാത്രം സെറ്റ് ആയാൽ മതി, അല്ല വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല എന്നുള്ള ചിന്താഗതി വരും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ബിഗിനേഴ്സിന് ഏറ്റവും കൂടുതൽ വേണ്ടതെന്ന് പറയുന്നത് നോളജാണ് ആക്ച്വലി. ഓക്കെ, നോളജ് അക്വയർ ചെയ്യുക. എന്നിട്ട് അതിൽ എന്താ പറയുക, ഫോർവേഡ് ടെസ്റ്റ് ചെയ്ത് ബാക്ക് ടെസ്റ്റ് ചെയ്ത് കംഫർട്ടബിൾ ആയതിൻ്റെ ശേഷം മാത്രം പൈസ ഇൻവെസ്റ്റ് ചെയ്യുക. അതെ അതെ. അതായത് നിങ്ങളെ പൈസയാണ്, യു ഷുഡ് ബി റെസ്പോൺസിബിൾ ഫോർ ദാറ്റ്. അതിന് നിങ്ങൾ വേറെ ഒരാളെ കുറ്റം പറയാനുള്ള കാര്യമില്ല. പിന്നെ ഒരു ബിഗിനർ ട്രേഡർ, അതായത് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിക്കും. അപ്പോൾ അയാളൊരു കൺസിസ്റ്റന്റ്ലി പ്രോഫിറ്റബിൾ ആകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്താൻ എത്ര സമയം എടുക്കും നിനക്ക് തോന്നുന്നു? നിന്റെ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ്സ്. ഞാനിപ്പോൾ എനിക്ക് ഫ്ലെക്സ് ചെയ്ത മിനിമം പറയാം. ലൈക്ക് ഓരോരുത്തരും ഡിഫറെന്റ് ആണ്. ബട്ട് സ്റ്റിൽ നീ ഇപ്പം കുറെ ആൾക്കാരെ കണ്ടു, കുറെ ആൾക്കാരെ ജേണി നീ കണ്ടു. സോ മിനിമം ഇപ്പം എന്താ പറയാ, 2 രീതി വരുന്നവരുണ്ട്. ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം ഒരു പുതിയതായിട്ട് ഒരാൾ മാർക്കറ്റിലോട്ട് വരിക, അയാൾക്ക് എന്ത് ചെയ്യണം? അയാൾക്ക് മാർക്കറ്റിൽ വരണം, അയാൾ ഈ പറയുന്ന മിസ്റ്റേക്കുകളൊക്കെ ചെയ്യണം, പിന്നെ അതിനകത്തുനിന്ന് റിയലൈസ് ചെയ്തിട്ട് മാറി ചിന്തിക്കണം. ഇതൊരു ലോങ് പ്രോസസ്സാണ്. ഞാനൊരു റാൻഡായിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് മൈ ടേക്ക് മേ ബി 1 year. 1 year കൊണ്ട് പറ്റുന്നതാണ്. 1 year സംഭവങ്ങൾ ചിലപ്പോൾ മനസ്സിലാക്കി എടുക്കാം. പക്ഷെ ട്രേഡ് ചെയ്ത് പൈസ ഉണ്ടാക്കുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു ട്രേഡർ, ഇപ്പം എൻ്റെ അടുത്തോ നിൻ്റെ അടുത്തോ ലൈക്ക് വന്ന് ഒരു പരിചയം, ഇപ്പം ഷാരോൺ, അപ്പം അവന് മിസ്റ്റേക്കുകൾ ചെയ്യാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. അപ്പം പെട്ടെന്ന് കുറച്ചുകൂടെ സക്സസ് ആവും. അപ്പോൾ ഇത് ഭയങ്കര ഡിപ്പെൻഡ്. എന്നാലും വേറെ യു ആർ, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ഒരു 4 years എന്ന് പറയാം. 4 years ഒരു എന്താ പറയാ, മിനിമം ടൈം ആണോ മാക്സിമം ടൈം ആണോ? എനിക്കൊന്ന് മിനിമം ആയിട്ടോ തോന്നുന്നത്. അതല്ലേ ഏറ്റവും മിനിമം ആയിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇത് കാണുന്ന ആൾക്കാരെങ്കിലും എന്താ പറയാ 4-5 വർഷമായിട്ട് ഈ രീതിയിൽ ഇരുന്നിട്ട് നിങ്ങളൊരു സ്ഥലത്ത് എന്താ പറയാ സ്റ്റക്കായി നിൽക്കുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിൽ യു ആർ നോട്ട് അലോൺ. ഇതാണ് ഇതിന്റെ പ്രോസസ്സ്. ട്രസ്റ്റ് ചെയ്യുക, മുന്നോട്ട് പോവുക. പിന്നെ എന്താ പറയാ, ബെയർ ചെയ്യാൻ പറ്റാത്ത റിസ്കുകൾ എടുക്കാതിരിക്കുക. എന്താ പറയാ, റെസ്പോൺസിബിൾ ആയിരിക്കുക. ചുമ്മാ വാരി വരച്ച് പൈസ ഉണ്ടാക്കാതെ റിവെഞ്ചും കാര്യങ്ങളും ഇമോഷൻ ആണെങ്കിൽ നിങ്ങളതിൽ മാറി നിൽക്കുക. അത്രേ ഉള്ളൂ. പക്ക മോഡൽ ഫോളോ ചെയ്യുക, മുന്നോട്ട് പോവുക. എസ്പെഷ്യലി ഫണ്ടഡ് അക്കൗണ്ട്സിലേക്കൊക്കെ വരുമ്പോൾ എല്ലാവരും കേട്ടിട്ടുള്ളത് ഫണ്ടഡ് അക്കൗണ്ട്സിൽ നിന്ന് വിഡ്രോൾ എടുക്കുന്നവർക്ക് ഭയങ്കര കുറവാണ്. ലിറ്ററലി കുറവാണ്. നിങ്ങളൊരു ആരെ എടുത്ത് നോക്കിയാലും നിങ്ങൾ അതിനകത്ത്, അപ്പോൾ അതേ അങ്ങനത്തെ ഒരു സിനാരിയോ ഇല്ല. നിങ്ങൾക്കൊരു വിഡ്രോൾ കിട്ടുക എന്ന് പറയുന്നത് അത് വലിയൊരു കാര്യമാണ്. അപ്പോൾ അങ്ങോട്ട് നിങ്ങൾ ചിന്തിക്കുന്നത്, നമ്മൾ അക്യൂർ ചെയ്യാൻ പോകുന്ന സാധനം എന്ന് പറയുന്നത് ചെറു കാര്യമൊന്നും അല്ല. നമ്മൾ ഒരാളുടെ മന്ത്ലി സാലറി നമുക്ക് ഒരൊറ്റ ട്രേഡിൽ എടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ അങ്ങനെ ഒരു സാധനമാണ് നമ്മൾ ബിൽഡ് ചെയ്തോണ്ടിരിക്കുന്നത്. ഈസി ആയിരിക്കില്ല. അതിന് നമ്മുടെ ടൈം സെറ്റപ്പ് എന്ന് പറയുന്നത് ഈസിയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ചെയ്യുന്ന സെറ്റപ്പ് ആണെങ്കിലും ഇവൻ ചെയ്യുന്ന സംഭവം ആണെങ്കിലും നമുക്ക് വേണമെങ്കിൽ ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് അത് പക്കയായിട്ട് പറഞ്ഞുതരാൻ പറ്റും. പക്ഷേ അതിൽ മാത്രമല്ല കാര്യം. ഇതിൽ കുറെ സംഭവമുണ്ട്. ഇത്രയും ഹെക്റ്റിക് ആയ ഒരു സംഭവം നിങ്ങളിപ്പം കോമ്പീറ്റ് ചെയ്യുന്നത് ലൈക്ക് ഒരു ഗെയിം ആണെങ്കിൽ നമ്മൾ ഈക്വൽ പൊട്ടൻഷ്യൽ ഉള്ള ആൾക്കാരുമായിട്ടാണ് നമ്മൾ കോമ്പീറ്റ് ചെയ്യുക. ഇപ്പോൾ റണ്ണിങ് ആണെങ്കിലും എന്ത് സാധനം നിങ്ങൾ വേണമെങ്കിൽ എടുത്തോ. ഇപ്പോൾ നിങ്ങളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും നിങ്ങൾ ഒരു ഓൾമോസ്റ്റ് ഒരു സിമിലർ കപ്പാസിറ്റിയുള്ള ആൾക്കാരുമായിട്ടാണ് നിങ്ങൾ കോമ്പീറ്റ് ചെയ്യുക. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കോമ്പീറ്റ് ചെയ്യുന്നത് അങ്ങനെയല്ല. ലൈക്ക് ലോകത്തിലെ തന്നെ ഏറ്റവും സ്മാർട്ടസ്റ്റ് മൈൻഡായുള്ള ആൾക്കാർ. അപ്പോൾ അവരോട് കോമ്പീറ്റ് ചെയ്ത് അവരെ കയ്യിൽ നിന്നാണ് നമ്മുടെ പൈസ എടുക്കേണ്ടത്. അപ്പം അത് ഇറ്റ്സ് നോട്ട് ആൻ ഈസി പ്രോസസ്. ഓക്കെ, അതുകൊണ്ട് അത് മനസ്സിലാക്കുക. ലൈക്ക് നിങ്ങൾക്ക് മാർക്കറ്റിൽ നിന്ന് എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ ലൈക്ക് അത് നിങ്ങളെ വിചാരിക്കരുത് ലൈക്ക് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി കൺസിസ്റ്റന്റ് വിചാരിക്കരുത്. അങ്ങനെ ചിന്തിക്കുമ്പോഴും പിന്നീട് നമുക്ക് പെട്ടെന്ന് കിട്ടാതാകുമ്പോൾ നിങ്ങൾ വറീഡ് ആവും. ലോസും ഇതിന്റെ പാർട്ടാണ്, അത് മനസ്സിലാക്കണം. അതായത് പ്രോഫിറ്റ് ഡേ പോലെ തന്നെ നിങ്ങൾ ലോസ് ഡേയും സെയിം ഇമോഷൻ വെച്ച് കാണാൻ പറ്റണം. പിന്നെ ഞാനൊന്ന് ലൈക്ക് റിയലിസ്റ്റിക് ആയിട്ടൊന്ന് സംസാരിക്കുകയാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. ലൈക്ക് ലോസിനെ നിങ്ങൾ മാക്സിമം എംബ്രേസ് ചെയ്യുക.
ലോസ് ഇല്ല നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും. ലോസ് നമ്മൾ പഠിക്കുള്ളൂ. എന്തെങ്കിലും പഠിക്കുകയാണെങ്കിൽ വിന്നിംഗ് ഡേയ്സ് കൊണ്ട് നമുക്ക് ചുമ്മാ ഡോപ്പിംഗ് കിക്ക് കൊണ്ട് നമ്മൾ ഭയങ്കര ഹൈ ആയിരിക്കും. പക്ഷെ ലോസിലാണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുള്ളൂ. നിങ്ങൾക്ക് ക്യാഷും ടൈമും കളയാനുണ്ടെങ്കിൽ മാത്രം ഒരു അഡ്വൈസ് തരാം, മാത്രം ട്രേഡിങ് ഇറങ്ങിയാൽ മതി. അല്ലെ വേറെ വല്ല ജോലി ചെയ്ത് ജീവിച്ചു. സത്യം പെട്ടെന്ന് വന്നിട്ട് പരിപാടി ശരിയാവത്തില്ല. പരിപാടി ശരിയാ. നിങ്ങൾ ഇരുന്ന് ചിലപ്പോൾ ചിലർക്ക് ഒരു വർഷമെന്ന് ഞാൻ പറഞ്ഞ ഈ സംഭവങ്ങൾ റിയലൈസ് ചെയ്തെടുക്കാനാണ്. ട്രേഡർ ആകുക എന്നുള്ളതല്ല. ചിലപ്പോൾ ആ റിയലൈസ് ചെയ്ത സാധനം ആപ്ലിക്കബിൾ ആകാൻ ചിലപ്പോൾ 5 വർഷമോടെ വേണമായിരിക്കും. സോ ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. അപ്പോൾ ആ ലെവലിലേക്ക് ചിന്തിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ തന്നെ ചെയ്യണം. നിങ്ങൾ ചെയ്യേണ്ട മിസ്റ്റേക്സ് നിങ്ങൾ തന്നെ ചെയ്യണം. അത് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ അങ്ങനെ പഠിക്കാൻ പറ്റുള്ളൂ നമുക്ക്. അതാണ് എൻ്റെ റിയാലിറ്റി. നിങ്ങൾ ട്രേഡിങ്ങിൽ സക്സസ് ആയ എല്ലാവരും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് പറയാനുള്ള സെയിം സ്റ്റോറി ആയിരിക്കും ഇത്. ആരും പൊട്ടിമുളച്ച് ട്രേഡർ ആയവരല്ല. ഇപ്പം ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ എൻ്റെ ട്രേഡിങ് കരിയറിന് ഞാൻ എങ്ങനെയാണ് ട്രേഡിങ്ങിലേക്ക് എത്തിപ്പെട്ടെ എന്നുള്ളൊരു ജേർണി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവനിപ്പോൾ എന്നോട് സംസാരിച്ച് നോക്കുമ്പോൾ ഇവൻ്റെ ഓൾമോസ്റ്റ് അതുപോലൊക്കെ തന്നെയാണ്. ഓൾമോസ്റ്റ് എല്ലാ ട്രേഡേഴ്സും ഇപ്പം ട്രേഡിംഗ് എന്ന് പറഞ്ഞ് പിടിച്ചിരിക്കുന്നവരെല്ലാവരും ഇതിൻ്റെ പൊട്ടൻഷ്യൽ അറിഞ്ഞ് ഇതിൽ നിന്ന് പോകാൻ ആ ഒരു രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ളവരും കൂടാണ്. അതുകൊണ്ടാണ് ആക്ച്വലി ഇതിൽ നിന്ന് പോകാൻ തോന്നുന്നത്. പിന്നെ ഇത് എന്താ പറയുക, നിങ്ങളൊരു ട്രേഡർ ആവാൻ വിധിക്കപ്പെട്ട ഒരാളാണെങ്കിൽ എന്ത് വന്നാലും നിങ്ങൾ പിടിച്ചു നിന്നോളൂ. അതങ്ങനെയാണ്. ഇതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്. അതിന് അലൈൻഡ് ആയിട്ടുള്ള ഒരു സാധനം നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ വിടത്തില്ല. അതങ്ങനെയാണ്. അപ്പം നിനക്ക് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എല്ലാവർക്കും ട്രേഡർ ആവാൻ പറ്റുമോ? ഇല്ല. ഒറ്റയ്ക്ക് ചിന്തിക്കാതെ തന്നെ പറയാം ഇല്ല. കാര്യം അതങ്ങനെ ഞാൻ നെഗറ്റീവ് അടിക്കുന്നതല്ല. ഈ സത്യം പറയുമ്പോൾ നെഗറ്റീവായിട്ട് തോന്നും. കാര്യം ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങൾക്കൊരു ഹാബിറ്റ്, ഇപ്പോൾ ജിമ്മിൽ പോകുന്നതായിക്കോട്ടെ, നിങ്ങളൊരു തീരുമാനം എടുത്തു നാളെ മുതൽ ബുക്ക് വായിക്കും. നിങ്ങൾക്കതൊരു 1 വീക്കെങ്കിലും അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ട്രേഡിങ് പറ്റാത്തൊരു പണിയാണ്. ഞാൻ പെട്ടെന്ന് ക്വിക്കായിട്ട് ചെക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. നിങ്ങൾക്കൊരു ഹാബിറ്റ് എടുത്ത് നിങ്ങൾക്ക് ആ ഹാബിറ്റ് കുറച്ച് നാൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ കറക്റ്റ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡിസിപ്ലിൻ ആയിട്ട് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങളുടെ മൈൻഡിന് നിങ്ങൾക്ക് ട്രേഡിങ് പറ്റത്തില്ല. കാര്യം വർക്ക് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റെങ്കിലും ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഡിസിപ്ലിൻ എന്ന് പറയുന്ന സാധനമാണ്. നിങ്ങൾക്ക് ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ലോകത്തിലെ ഏറ്റവും വലിയൊരു സാധനം അച്ചീവ് ചെയ്തു. ഡിസിപ്ലിൻ ആണ് ഈ ലോകത്തിലെ. എനിക്കൊരു ഗോഡ് വന്നിട്ട് എനിക്കൊരു വരം ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും $1 മില്യൺ അല്ലെ ലംബോഗിനിയോ അല്ലെ ഒന്നും ഞാൻ ചോദിക്കത്തില്ല. എനിക്ക് ജസ്റ്റ് ഡിസിപ്ലിൻ തന്നാൽ മതി. കാര്യം എനിക്കറിയാം ഹൗ ടു മേക്ക് മണി, ഹൗ ടു പുൾ ഹെൽ ലോട്ട് ഓഫ് മില്യൺസ് ഫ്രം മാർക്കറ്റ്. എനിക്കറിയാം. സോ ഐ ജസ്റ്റ് നീഡ് ഡിസിപ്ലിൻ എന്നുള്ളൊരു സംഭവമാണ് ഞാൻ പറയുന്നത്. സോ ഡിസിപ്ലിൻ ആകുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ആൻ ഈസി സ്റ്റഫ്. അതിന് നിങ്ങൾ നല്ല പോലെ നിങ്ങളുടെ ടൈം, നിങ്ങളുടെ എഫേർട്ട്, നിങ്ങളെ നല്ല രീതിയിൽ ഇതിനു വേണ്ടി വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇന്നോ നാളെ ഒരു ദിവസം കൊണ്ടൊന്നും ഒരാൾക്ക് ഡിസിപ്ലിൻ ആകാൻ പറ്റത്തില്ല. ഡിസിപ്ലിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഡിസിപ്ലിൻ ആവില്ല. ഇത് നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്യണം. 1-2 ദിവസമല്ല. ഇപ്പം നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡിസിപ്ലിൻ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ജിമ്മിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാൾ, ജിമ്മ നേരെ എക്സാമ്പിൾ പറയുന്നത്, ബുക്ക് വായിക്കുന്നതായിക്കോട്ടെ, നടക്കാൻ പോകുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ ഡിസിപ്ലിൻ ആയിട്ട് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളായിക്കോട്ടെ, ഒരു ദിവസത്തിലെ ഒരു ഒറ്റ പാളിച്ച മുതൽ അയാൾക്ക് എന്തെങ്കിലും ലോസ് വന്നു കഴിഞ്ഞാലോ അയാൾക്ക് പിന്നെ ആ ഒരു രീതിയിലേക്ക് തിരിച്ചു പോകാൻ ഭയങ്കര പണിയാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ബാഡ് പാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെയുള്ള ഡെയിലി പ്രോസസ്സായത്. ഒരിക്കലും ഈ ഒരു ട്രാക്കിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ആയിരിക്കും എന്നൊന്നുമില്ല. 25 വർഷം എക്സ്പീരിയൻസ് ഉള്ള ട്രേഡറും ഹീ സ്റ്റിൽ സ്ട്രഗ്ലിംഗ് ടു ബി ഡിസിപ്ലിൻ. അതാണ് ഏറ്റവും വലിയൊരു ഫാക്ട് ഇതിനകത്ത്. എപ്പോഴും ഡീമൻസ് നമ്മുടെ കൂടെ ഉണ്ടാവും. നമ്മളവരുടെ കൂടെ അവരെ ഡീൽ ചെയ്യാൻ പഠിക്കും, അത്രേ ഉള്ളൂ. പിന്നെ അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര ക്ലീശ ചോദ്യമാണ്. ലൈക്ക് ട്രേഡിങ് ഒരു ലൈക്ക് ഇതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ടാവും. ബട്ട് ഐ എം ആസ്കിങ് ഹിം എനിവേ. ഓക്കെ, ട്രേഡിങ് ഒരു സ്കില്ലാണോ അതോ ലക്കാണോ? ബിഗിനേഴ്സിന് ഇതൊരു ലക്കാ. ലൈക്ക് അതല്ല ഞാൻ ചോദിക്കുന്നത്. ഓവറോൾ ഇപ്പം ഒരു ട്രേഡർ അയാൾ പൈസ ഉണ്ടാക്കുന്നത് സ്കില്ലാണോ ലക്കാണോ? പ്യുവർലി സ്കിൽ. അത്രേ ഉള്ളൂ. പ്യുവർലി സ്കിൽ. അതിന് ലക്കെന്ന് ഞാൻ എന്തുകൊണ്ട് ബിഗിനേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കും ഇങ്ങനെ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. കാര്യം നിങ്ങളൊരു അറ്റ്ലീസ്റ്റ് ഒരു 1 year ഒക്കെ ട്രേഡിങ്ങിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് പറ്റിയല്ല. നിങ്ങൾ ചുമ്മാ ഒരു കാര്യം വന്നിട്ട് അവിടെ സെല്ലും ബൈയും ചെയ്ത് പൈസ ഉണ്ടാക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് പ്രോപ്പറായിട്ടൊരു സിസ്റ്റമാറ്റിക് സെറ്റപ്പ് ഉണ്ടായിരിക്കണം. പ്രോപ്പറായിട്ട് മാർക്കറ്റിനെ പറ്റി ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം. അപ്പം ഇപ്പം ഞാൻ എക്സാമ്പിൾ പറഞ്ഞത് കഴിഞ്ഞ വീക്കിൽ, ഇപ്പം ഇന്ന് February 28 ആണ്. ഈ കഴിഞ്ഞ 2 വീക്കിൻ്റെ പ്രൈസ് ആക്ഷനിൽ നിങ്ങൾ സർവൈവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അപ്പാണെങ്കിൽ, നിങ്ങൾ പ്രോഫിറ്റ് ജനറേറ്റ് ഇപ്പം നിൽക്കുന്നെങ്കിൽ യു ആർ ഗുഡ് അറ്റ് ട്രേഡിങ്. നിങ്ങൾ ഗുഡ് അറ്റ് ട്രേഡിംഗ് എന്നാണ് ഇവിടെ പറയാം. നിങ്ങൾ ബ്രേക്ക് ഈവൻ ആണെങ്കിൽ യു ആർ ഗുഡ് അറ്റ് ട്രേഡിംഗ്. നിങ്ങൾ സത്യം പറയാമല്ലോ, കാര്യം വെരി ബാഡ് മാർക്കറ്റ് കണ്ടീഷൻ ആയിരുന്നു. ഫോറക്സിലാണെങ്കിലും ഫ്യൂച്ചേഴ്സിലാണെങ്കിലും. സർവൈവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് യു ഹാവ് സംതിങ് ഇൻ യു. അത്ര മാത്രം ചിന്തിച്ചാൽ മതി. ഇപ്പം നിങ്ങൾ ആക്റ്റീവായിട്ട് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഈ കഴിഞ്ഞ 2 വീക്കിൽ നിങ്ങൾ അക്കൗണ്ട് ബ്രീച്ച് ആക്കിയിട്ടില്ല, ബ്ലോപ്പ് ആക്കിയിട്ടില്ല എങ്കിൽ യു ആർ എ ഗുഡ് ട്രേഡർ എന്ന് പറയാം. ബ്ലോപ്പ് ആക്കിയ ആൾക്കാരാണെങ്കിലും അതോർത്ത് അങ്ങനെ ചിന്തിക്കരുത്. ബാഡ് ട്രേഡർ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ലൈക്ക് നിങ്ങളുടെ ഇമോഷണൽ ഇംബാലൻസിനെ പറ്റി, ഇമോഷണൽ കൺട്രോളിനെ പറയുന്നത്.
കാര്യം അറ്റ് ദ എൻഡ് ഓഫ് ദി ടൈം ഇറ്റ് ഈസ് ഓൾ മാറ്റർ. ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ എടുത്തിട്ട് യു ബിക്കം എ ബെറ്റർ പേഴ്സൺ എവറി ഡേ. ആ സാധനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അത് ഭയങ്കരമായിട്ട് നിങ്ങളെ എഫക്റ്റ് ചെയ്യും. ലൈക്ക് പെട്ടെന്ന് ചാടിക്കയറി നിങ്ങൾക്ക് പറ്റാത്ത സാധനങ്ങളൊന്നും നിങ്ങൾ ചെയ്യേണ്ട. ചെറിയ ചെറിയ മൈന്യൂട്ട് സ്റ്റെപ്പുകൾ എടുക്കുക, അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. പയ്യെ പയ്യെ അത് കൂട്ടിയാൽ മതി. അതായത് ട്രൈ ചെയ്ത് നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഏറ്റവും വലിയൊരു ഇതൊരു അഡ്വൈസ് എന്ന് വേണേൽ പറയാം. എനിക്കിപ്പം ആൾക്കാർ ടൈമും പൈസയും വെറുതെ കളയണ്ടെന്നൊരു ചിന്തയിൽ ഞാൻ പറയും. നിങ്ങൾ പറ്റുമെങ്കിൽ ഫ്യൂച്ചേഴ്സിലേക്ക് ഇറങ്ങാൻ നോക്കുക. നിങ്ങൾ ചിലരുടെയൊക്കെ ചിന്താഗതിയാണ് ഫോറക്സ് ചെയ്തിട്ട് ഫ്യൂച്ചേഴ്സിലേക്ക് വരാം. അങ്ങനെയൊന്നുമില്ല. ഇവൻ എന്താണ് ഫോറക്സ് ചെയ്തിട്ടില്ലാത്തവനാണ്. പിന്നെ എനിക്ക് എൻ്റെ മെൻറ്റർഷിപ്പ് ഞാൻ മെൻറ്റ് ചെയ്തിട്ടുള്ള പല ആൾക്കാരെയും ഞാൻ ഡയറക്റ്റ് ഫ്യൂച്ചേഴ്സിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. കാര്യം ഫോറക്സിൽ പിന്നെ ഇനി ഡ്രാമ കാണിച്ച് സമയം കളയണ്ട എന്നുള്ളൊരു മൈൻഡിലാണ്. നിങ്ങൾക്ക് തുടക്കത്തിലെ ഫ്യൂച്ചേഴ്സ് ചെയ്യും. ഫ്യൂച്ചേഴ്സ് ചെയ്യുമ്പോൾ ഒരു സീരിയസ്നെസ് വരും. അതെനിക്ക് ഫീൽ ചെയ്തൊരു കാര്യമാണ്. നമ്മൾ കാര്യം ഫോറക്സിലാണ് ഇഷ്ടം പോലെ ബ്രോക്കേഴ്സ് ഉണ്ട്, ചാർട്ട് പ്രൊവൈഡേഴ്സ് ഉണ്ട്. അവർ തരുന്ന നമ്മൾ ഇതിൻ്റെ എല്ലാം ഒരു ഡെമോയിലാണ് നമ്മൾ കാണുന്ന ചാർട്ടല്ല. ഇതെല്ലാം ഡിഫറെൻ്റ്ലി ഇപ്പം ചിലപ്പം എൻ്റെ ചാർട്ടല്ലായിരിക്കും യൂറോയിസ്ഡിയുടെ വേറെ ഉള്ള ചാർട്ട് പ്രൊവൈഡേഴ്സ് അല്ലെ ബ്രോക്കേഴ്സിനനുസരിച്ച് നമുക്ക് നല്ല മാനിപ്പുലേഷൻസ് വരും. പക്ഷേ CME ഗ്ലോബൽ എന്ന് പറയുന്നത് ആക്ച്വലി സെൻട്രലൈസ്ഡ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരൊറ്റ ഡേറ്റയാണ് കിട്ടുക. സോ അതുകൊണ്ട് തന്നെ അതിൽ ഈ പറയുന്ന മാനിപ്പുലേഷൻസ് കുറവാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രാമ ഇല്ല. നിങ്ങൾ നിങ്ങളുടേതല്ലാത്ത റീസൺ കൊണ്ട് നിങ്ങൾ ഡ്രാമ നമ്മൾ കുറയ്ക്കുന്നു, അത്രയും നമ്മൾ എന്താണ് നമുക്ക് ഒരു ആസ് എ ട്രേഡർ, ഡെവലപ്പിംഗ് ട്രേഡർ നല്ല കാര്യം. ഡ്രാമ മാക്സിമം ഒഴിവാക്കുക. ലൈഫിലാണെങ്കിലും ട്രേഡിങ്ങിലാണെങ്കിലും ഏത് സിറ്റുവേഷനിലാണെങ്കിലും. എനിക്ക് തോന്നുന്നു നല്ല ലോങ് ആയി വീഡിയോ. കൺക്ലൂഡ് ചെയ്യാൻ ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ കവർ ചെയ്തു. ഇറ്റ് ഈസ് കൈൻഡ് ഓഫ് ഇന്റർവ്യൂ ആയിരുന്നു തോന്നുന്നു. എന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ലൈക്ക് മേ ബി എൻ്റെ ചാനലിൽ കുറേ കാര്യങ്ങൾ കേട്ടിട്ടുള്ളവരായിരിക്കാം. ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. സോ ഓൾവേസ് ബി ഹംബിൾ. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന കാര്യം ഇവനോട് ഓൾവേസ് ബി ഗ്രേറ്റ്ഫുൾ. നിങ്ങൾക്കിപ്പോൾ ഒരു വീഡിയോ കാണാൻ പറ്റുമെങ്കിലും നിങ്ങൾ കുറേ ആൾക്കാരിൽ ഒരു കുറച്ച് ശതമാനം ആൾക്കാരാണെങ്കിൽ ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലായി. സോ അതിൽ ഗ്രേറ്റ്ഫുൾ ആവുക. നിങ്ങൾ അതിനുവേണ്ടി വർക്ക് ചെയ്യുക. ഇത് ഇത്രയും അറിയാത്ത കുറേ ആൾക്കാരുണ്ടാവും. സോ അതുകൊണ്ട് തന്നെ ദാറ്റ്സ് ഇറ്റ്. അത്രയേ ഉള്ളൂ മെയിനായിട്ട് പറയാനുള്ളത്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്കാമിങ് നടക്കുന്ന ഒരു ഏരിയ ആണ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. മണി റിലേറ്റഡ് എവറിത്തിങ്. അപ്പം ബി റെസ്പോൺസിബിൾ വിത്ത് യുവർ മണി. ഇപ്പം നിങ്ങളോടിപ്പം 2 മാസത്തെ കോഴ്സ് കൊണ്ട് നിങ്ങളെ അൾട്രാ പ്രോഫിറ്റ് ട്രേഡർ ആക്കാന്നൊക്കെ പറഞ്ഞാൽ അത് കേട്ടാൽ തന്നെ മനസ്സിലാക്കുക. ട്രേഡിംഗ് പഠിപ്പിക്കുന്ന ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടൈം ബേസ് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെ വേണമെങ്കിലും പോയി ജോയിൻ ചെയ്തു. അതിലൊരു കുഴപ്പമില്ല. നിങ്ങൾ 3 മാസം 4 മാസം 5 മാസം ഇങ്ങനെ ഒരു ടൈം ബേസ്ഡ് ആണ് ആക്ച്വലി ഇതിനെ വെക്കുന്നതെങ്കിൽ ലൈക്ക് they can deliver what they are doing. ഇപ്പൊ ഇവന് വേണമെങ്കിൽ എടുക്കാം 2-3 മാസം കോഴ്സസ് എടുക്കാം. പക്ഷേ അത് മതി എന്ന് പറയുകയാണെങ്കിൽ നിർത്തിക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം അങ്ങനെയല്ല. ആക്ച്വലി ചുമ്മാ പൈസ കൊണ്ടുവച്ച് കളയരുത്. ലിറ്ററലി പറയുകയാണെങ്കിൽ ഒരാഴ്ച മതി എൻ്റെ സെറ്റപ്പ് പഠിപ്പിച്ചെടുക്കാൻ ഒരാളെ എനിക്ക്. പക്ഷേ ഒരാഴ്ച കൊണ്ട് അയാൾ പ്രോഫിറ്റബിൾ ആകുമെന്ന് പറയുന്നത് വെറും പറ്റത്തില്ല. 1 വർഷത്തോളം ഞാൻ ഒരാളെ കൊണ്ടുപോയിട്ടുണ്ട്. 1.5 വർഷത്തോളം ഞാൻ എൻ്റെ മെൻറ്റർഷിപ്പിലുള്ള ആൾക്കാരെ കൊണ്ടിട്ടുണ്ട്. ഓരോ ആൾക്ക് ചിലർ 2 മാസം കൊണ്ട് സെറ്റ് ആവുന്നവരുണ്ട്, ചിലർ 2 വർഷമായിട്ട് സെറ്റ് ആവുന്നവരുണ്ട്. സോ ഓൾ അബൌട്ട് ദ പേഴ്സൺ. പക്ഷേ എനിക്ക് മനസ്സിലായൊരു കാര്യമാണ്, ഞാൻ ഇതിനകത്ത് പറയുകയാണ്, എൻ്റെ കൂട്ടത്തിൽ പറയാം. ഞാൻ കുറച്ചുകൂടെ നല്ല രീതിയിൽ ട്രേഡ് ചെയ്യുന്നത് ഗേൾസിൽ കണ്ടിട്ടുണ്ട്. ഞാൻ ഓൾമോസ്റ്റ് 4 ലേഡീസിനെ ഞാൻ മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അവർ കുറെ കൂടെ ക്ലീൻ ആയിട്ട് ട്രേഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു റിസ്ക് മാനേജ്മെന്റ് അവർക്ക് കുറെ കൂടെ വരുമ്പരായ റാഷണൽ തിങ്കിങ് എന്ന് പറയുന്ന സാധനമുണ്ട്. പറഞ്ഞു മനസ്സിലായില്ല. എസ്പെഷ്യലി അത് അങ്ങനെയാണ് നമ്മുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. കുറച്ചും കൂടി പ്രിസർവ് ചെയ്ത് റാഷണൽ തിങ്കിങ്, ഇമോഷണൽ ഡിസിഷൻ പറയുന്ന പോലെ എന്താ പറയാ, നെസ്റ്റ് മേക്കിംഗ് പറഞ്ഞ ഒരു എബിലിറ്റി ഉണ്ട് അവർക്ക്. അപ്പൊ അതുകൊണ്ട് ഇഫ് യു ആർ ചെയ്യുന്നവരുണ്ടാവും, പക്ഷെ പൊതുവേ ഉള്ള കാര്യമാണ് കുറച്ചും കൂടി വൃത്തിക്ക് എന്താ പറയാ ഉള്ള സാധനം പ്രിസർവ് ചെയ്തിട്ട് പയ്യെ ഉണ്ടാക്കിയെടുക്കാന്നുള്ളൊരു മൈൻഡ്. അത് നല്ലതാണ് ട്രേഡിംഗിലെ നല്ല കാര്യം. സോ ഇഫ് യു ആർ എ ഗേൾ ഹു വാണ്ട് ടു ബി ട്രേഡർ, മേ ബി നിങ്ങൾക്ക് വർക്കാവുന്ന പരിപാടി ആയിരിക്കും, ട്രൈ ചെയ്ത് നോക്കുക. സോ ദാറ്റ്സ് ഇറ്റ്. അല്ല, ഈ ജെൻഡർ ഒന്നും ഇതിലില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് പറഞ്ഞതാണ് ലൈക്ക് ഹൗ ദേ മാനേജ് യുവർ ഇമോഷൻ ആൻഡ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. ഓക്കേ ദെൻ. സോ ദാറ്റ്സ് ഇറ്റ്. ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ സംസാരിച്ചു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ സെറ്റ് ചെയ്യാം. Okay then, see you. Thanks for watching. Thanks for your time. Peace.